أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك على حبيبك ورسولك ونبيك محمد صلى الله عليه وسلم والحمد لله رب العالمين أما بعد محمد سيد الكونين والثقلين والفريقين من قرب ومن عجم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي وسلم دائما أبدا على حبيبك خير الخلق كلهم سيدنا سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم മുഅ്മിനീങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമാണ് ഉലകത്തിലെ ഏറ്റവും വലിയ കുടുംബം എന്നുള്ളതിന് ഒരുപാട് ഹൈസിയത്തുണ്ട്. ഒന്ന് ആദൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബം, അതിൻ്റെ അപ്പുറത്ത് അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന കുടുംബം. അവിടുന്ന് പിന്നെ താഴത്തേക്ക് വരുമ്പോൾ സ്വാലിഹീങ്ങളുടെ കുടുംബം, അമ്പിയാക്കളുടെ കുടുംബം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബം എന്നുള്ളതിന് അറബിയിൽ കുറേ പേരുണ്ട്. ആല്, അഹ്ല്, ഇയാല്, ഇത്രത്ത്, അതൊക്കെ കുടുംബത്തിൻ്റെ പേരാണ്. ആല് എന്ന് പറയുന്നത് രക്തത്തിൽ പിറന്നവർക്ക് ഉപയോഗിക്കും. അഹ്ല് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വിശാലമാണ്, ബന്ധു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്രത്ത് എന്ന് പറഞ്ഞത് സന്താന പരമ്പരക്ക് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ അവസാനത്തെ തഹിയ്യാത്തിൽ ഒരു സ്വലാത്ത് ചൊല്ലലുണ്ട്, ആല് മുഹമ്മദും ആല് ഇബ്രാഹിമും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ. അവിടെ ഒരു ആലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാ സാലിഹ്യങ്ങളുമാണ്. ഈ സ്വലാത്തിന് സ്വലാത്ത് ഇബ്രാഹിമിയ എന്നാണ് പറയുക. ഇബ്രാഹിമി സ്വലാത്ത് എന്നാണ്. ഇബ്രാഹിമി സ്വലാത്ത് ഇന്ന് നമ്മുടെ പരിസരത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ സ്വാലിഹ്യങ്ങളിലേക്കും എത്തിച്ചേരുന്ന സ്വലാത്താണ് എന്നാണ്. ഷെയ്ഖന്മാരെ അന്വേഷിക്കണവർക്ക് ചൊല്ലാൻ വേണ്ടി കൊടുക്കണ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്താണ്. കാരണം അടുത്തുള്ള ഷെയ്ഖന്മാരിലേക്കൊക്കെ അത് എത്തും എന്നുള്ളതാണ് ആ സ്വലാത്തിൻ്റെ പ്രത്യേകത.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നബി തങ്ങൾ വാപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. അനഫി മില്ലത്തി അബീ ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിലാകുന്നു. മനുഷ്യന്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത് ആദമിൻ്റെ മകനെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞു. വലക്കത് കറംനാ ബനി ആദമ, ആദമിൻ്റെ മകനെ ഞാൻ ബഹുമാനിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്നുള്ളതിന് ഖുർആനിൽ വേറെയും പേരുണ്ട്. നാസ്, ഖുൽ റബ്ബിന്നാസ് മനുഷ്യനാണ്. ഇൻസാൻ ഹല്ലതാലൽ ഇൻസാനി ഹീനും മിനദ്ദർ, ഇൻസാൻ സാഹിത്യത്തിനെതിരാണ് ഖുർആനിൽ എവിടെയും പറയാൻ പാടില്ല. സാഹിത്യത്തിനെതിരായതുകൊണ്ട് ബനിയാദമ എന്ന് പറഞ്ഞതാണെങ്കിൽ സാഹിത്യത്തിനെതിരുള്ള വാക്ക് ഖുർആനിൽ എവിടെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ. മനുഷ്യൻ എന്നതിന് നാസ് എന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്, ഇൻസാൻ എന്ന വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം അത് സാഹിത്യമല്ലാത്തോണ്ടല്ല. ഇക്റാമിന് നിബന്ധനയുള്ളത് ആദമിൻ്റെ മകനായിരിക്കണമെന്നതാണ്. വാപ്പാന്റെ മകൻ എപ്പോഴാ പറയാ? വാപ്പാന്റെ ഗുണം ഉണ്ടാവുമ്പോഴാ പറയാ. ഒരാള് വാപ്പാന്റെ മകനാണ് എന്ന് പറയല്ലോ, എല്ലാരെ പറ്റി അങ്ങനെ പറയില്ല. വാപ്പാന്റെ ഗുണം ഉണ്ടെങ്കിൽ മദ്രസ്ക്ക് 25,000 റുപ്യ കൊടുത്തു, അപ്പൊ പറയാം ആള് വാപ്പാന്റെ മകനാണ്. എന്താ വാപ്പന്റെ മുമ്പ് 25,000 കൊടുത്തിട്ടുണ്ട്? വാപ്പാന്റെ മകൻ എന്ന് പറയാം വാപ്പാന്റെ ഗുണം ഉണ്ടാവുമ്പോഴാണ്. മനുഷ്യനെ ബഹുമാനിച്ചു എന്ന് പറയേണ്ടടുത്ത് ആദമിന്റെ മകനെ ബഹുമാനിച്ചു എന്ന് പറഞ്ഞു. ആദം വല്ലിപ്പാന്റെ ഗുണുണ്ടാവുമ്പോഴാണ് ആദമിന്റെ മകനാകുക. എന്താണ് ആദം വല്ലിപ്പാന്റെ ഗുണം? തെറ്റല്ലാത്ത ഒരു തെറ്റിന്റെ മേലിലുള്ള ഖേദം ദുനിയാവും കഴിഞ്ഞ് ആഖിറം വരെ നീണ്ടു നിൽക്കുന്നതാണ് ആദം വല്ലിപ്പാന്റെ ഗുണം. നമ്മൾ നേരെ എതിരേക്കാരം. ഒരു തെറ്റായ വിഷയം ചെയ്താൽ തന്നെ 24 മണിക്കൂറേ തെറ്റാന്ന് തോന്നുള്ളൂ എന്നാണ്. ഉദാഹരണം പറയാം, ഒരു വയസ്സനും ഒരു കുട്ടിയും അടിയുണ്ടാക്കിയെന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ ഇലക്ഷനൊക്കെ ഉള്ള വരുന്നത്, ഒരു വയസ്സനായ ഒരാൾ ഒരു തന്തിയും ഒരു കുട്ടിയും കൂടിയും തല്ലുണ്ടാക്കി. അസറസ്കാരം കഴിഞ്ഞിട്ട് പീഡിയക്കൊലയും ഇരുന്നാണ്ട് ചായ കുടിച്ചങ്ങാണ്ട് രാഷ്ട്രീയം പറഞ്ഞിട്ട് തമ്മ് തെറ്റിങ്ങാണ്ടാണ്ട് അടിച്ചു. അങ്ങനെ തമ്മ് തെറ്റിയ ഉടനെ കുട്ടിക്ക് തോന്നും വേണ്ടിയെന്നില്ല, ആ വയസ്സനോട് പറയാൻ പോണ്ടിയെന്നില്ല. വയസ്സനും തോന്നും വേണ്ടിയെന്നില്ല, ആ ചെറുക്കനേറ്റ് വർത്താനം ഉണ്ടാക്കേണ്ടിയെന്നില്ല എന്ന് തോന്നും. 24 മണിക്കൂർ കഴിയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും. എന്നാലും ആ ചെറുക്കൻ എന്നോട് വർത്താനം പറയാൻ വന്നത് ശരിയായില്ല എന്നായി. പിന്നെ മറ്റവനും തോന്നും ആ തന്തൊക്കെ എന്തൊക്കെ പണിയുണ്ട്, അയാൾക്ക് ഇന്നോട് വർത്താനം പറയണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ എന്നിങ്ങനെ നേരെ തിരിച്ചാവും. ഇനി ഇങ്ങനെ 3 ദിവസം വരെ ഇത് നിലനിൽക്കുള്ളൂ എന്നാണ്. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് തെറ്റിയതെന്ന് മറക്കുകയും വേറെ കുറേ കാര്യം പറയും ചെയ്യും. തെറ്റിയത് എന്തിനാന്ന് പിന്നെ ഓർമ്മ ഉണ്ടാവില്ല, പിന്നെ വേറെ എന്തെങ്കിലും പറയാം. അങ്ങനെ പൊതുവെ ഉള്ള അല്ലെങ്കിലും പണ്ടെന്നെ അങ്ങനെ ആയിരുന്നു എന്ന് പറയും. പണ്ടെന്നെ അങ്ങനെയാണെങ്കിൽ പണ്ടെന്നെ തെറ്റണ്ടേ? അതുണ്ടായിട്ടില്ലല്ലോ. അപ്പൊ തെറ്റിയ കാരണം പണ്ടെന്നെ അങ്ങനെ ആയതല്ല. തെറ്റിയ കാരണം 3 ദിവസം കഴിഞ്ഞാൽ മറക്കുന്നതാണ്. പിന്നെ വേറെ എന്തെങ്കിലും കോഴി അയലമ്മ കയറി പശു പിന്നെ പുല്ല് തിന്നു അങ്ങനെയൊക്കെയാണ് പിന്നെ പറയാം. ഉണ്ടായ കാരണം പറയില്ല. ശൈത്താൻ്റെ ഒരു വലിയ പണിയാണത്. എന്തിനാണ് തെറ്റിയതെന്ന് ഓർമ്മ ഉണ്ടായാലേ തിരുത്താൻ പറ്റുള്ളൂ. എന്തിനാണ് തെറ്റിയത് എന്ന് പിന്നീട് മറക്കുമെന്നതാണ്. അപ്പൊ ആദം വല്ലിപ്പാന്റെ ഗുണം എന്താണ്? ആദം വല്ലിപ്പ സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട ഒരു കനി പറിച്ചു. അത് മറന്നിട്ടാണെന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫനസിഹ ഫലം യജ്ദ് ലഹു അസ്മ, മറന്നിട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറവി എന്നത് ശരീഅത്തിൽ തെറ്റല്ല. മറന്നിട്ട് വത്തക്കെന്നാലും നോലും മുറിയില്ലല്ലോ, പള്ളർച്ചെന്നാലും മുറിയില്ല. പക്ഷെ മറന്നിട്ടാവണം. ഓർമ്മ വന്നിട്ട് ബാക്കിയുള്ളത് ഇറക്കിയാൽ മുറിയുന്ന അത്ര. അപ്പൊ മറവി ശരീഅത്തിലൊരു തെറ്റല്ല. തെറ്റല്ലാത്ത ഒരു തെറ്റിന്റെ പേരിൽ ആദം നബി അലൈഹി ഇസ്ലാമിനുണ്ടായ ഖേദം ദുനിയാവും കഴിഞ്ഞ് ആഖിറം വരെ നിലനിൽക്കുമെന്നതാണ്. ആഖിറത്തിൽ മനുഷ്യന്മാര് ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് എന്നിട്ട് പറയും, വല്ലിപ്പ മഅ്ശറേന്നൊന്ന് കഴിച്ചിടാൻ വേണ്ടി നിങ്ങളൊന്ന് പറയുമെന്ന് ചോദിക്കുമ്പോൾ, കുട്ടികളെ ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ വലിയ ബേജാറിലാണ് എന്ന് പറഞ്ഞത് ആ കനി പറിച്ചതാണ്. ദുന്യാവ് കഴിഞ്ഞിട്ട് ആഖിറത്തിലെത്തിയിട്ട് അതിനെ ഓർക്കുന്നു എന്നതാണ് ആദം നബിയുടെ പ്രത്യേകത. ഈ പ്രത്യേകത ഒരു മനുഷ്യനുണ്ടാവും. അപ്പോൾ സയ്യന്മാരെ നമ്മൾ മാത്രമേ അംഗീകരിക്കുള്ളൂ, അല്ലാത്തവർ അംഗീകരിക്കൂല.
സയ്യിദന്മാരുടെ ഫളിലുകളെ കുറിച്ച് ഓർമ്മയുള്ളതും നമ്മൾക്ക് മാത്രമാണ്, അല്ലാത്തവർക്കത് ഓർമ്മയില്ല. അപ്പം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല കുടുംബമുണ്ട്. അപ്പോൾ കുടുംബത്തിന് ഒരുപാട് ഹൈസിയത്തുകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളിവിടെ ഇപ്പോൾ സമസ്ത കുടുംബമാണ്, അതൊരു കുടുംബമാണ്. സ്വാലിഹിൻ്റെ കുടുംബം സ്വാലിഹാണ്, ഫാസിഖിൻ്റെ കുടുംബം ഫാസിഖാണ്, മുബത്തദീൻ്റെ കുടുംബം മുബത്തദിയാണ്, കാഫിറിൻ്റെ കുടുംബം കാഫിറാണ്. എവിടെ ഉണ്ട്? സൂറത്ത് ഹൂദ്. സൂറത്ത് ഹൂദിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതൊരു കഥയാണ് പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും മകൻ്റെയും കഥയാണ് അവിടെ പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദീന് പറഞ്ഞിട്ട് വിരലിലെണ്ണാവുന്ന ആൾക്കാർ മാത്രം വിശ്വസിച്ചു. വിരലും എത്ര എണ്ണ? 100 വരെയാണ്. വിരലുമ 100 വരെ എണ്ണ. വിരലിലെണ്ണാവുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ 100-ൽ താഴെ ആളുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. 100-ൽ താഴെ ആളുകൾ 950 കൊല്ലം ദീന് പറഞ്ഞിട്ട് വിശ്വസിച്ചു. ആർക്കായാലും ടെൻഷൻ ഉണ്ടാവും. സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിന് ടെൻഷൻ ഉണ്ടായപ്പോൾ തോരുന്നു, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. അല്ലാഹുവേ, കാഫിരീങ്ങളിൽ നിന്ന് ആരെയും ഇനി ദുനിയാവിൽ വെച്ചേക്കരുതേ എന്ന് തോരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വഴിയായി നൂഹ് നബി അലൈഹിസ്സലാമിനെ വിവരമറിയിച്ചു. നൂഹേ, നിന്റെ ബന്ധുക്കളെ ഞാൻ രക്ഷപ്പെടുത്തുകയും അല്ലാത്തവരെ ഞാൻ നശിപ്പിക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് നീ ഒരു കപ്പലുണ്ടാക്കണമെന്ന് പറഞ്ഞു. ഒരു മലയുടെ താഴ്വാരത്തിരുന്നു കൊണ്ട് മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മാണം ആരംഭിച്ചു. ആളുകൾ കളിയാക്കാൻ തുടങ്ങി. ആ വർത്താനം പറയണത് കുട്ടികൾ തന്നെയാണല്ലേ, പെണ്ണുങ്ങളെ ഭാഗത്തുനിന്ന്. കുട്ടികളാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വലിയവരാണെങ്കിൽ ചെവി മൊത്തം ഓട്ട കുത്തിയിട്ട് ചിറ്റിടും. കുട്ടികളാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ കുട്ടികളെ വെച്ചും വലിയവരെ വെച്ചൊക്കെ നമുക്ക് തിരിച്ചറിയാൻ മാത്രമുള്ള കഴിവൊക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നമായത്. അല്ലെങ്കിൽ കുട്ടികളാന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കായിരുന്നു, അത് നടക്കില്ലല്ലോ. അപ്പൊ നോക്കി എല്ലാവരും അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور مثل حسنك ما رأينا قط يا وجه سروري يا نبي يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു, നൂഹേ, നിങ്ങളൊരു കപ്പലുണ്ടാക്കണം. അങ്ങനെ നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പൽ നിർമ്മാണം ആരംഭിച്ചപ്പോൾ ആളുകൾ പരിഹസിച്ചു. എന്തിനാ നൂഹേ ഒരു കപ്പൽ ഉണ്ടാക്കണത്? കടൽക്കര ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഒരു വെള്ളപ്പൊക്കം വരാണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൂക്ക് കൂടി ശ്വാസം വിട്ടു. കളിയാക്കണ അതാ, മൂക്ക് കൂടി ശ്വാസം വിട്ടു. അങ്ങനെ എന്തായാലും നൂഹ് നബിക്ക് വലിയ ടെൻഷൻ ഉണ്ട്. പിന്നെ അള്ളാഹ് പറഞ്ഞതല്ലേ, ബന്ധുക്കളെ സംരക്ഷിക്കാം, ശത്രുക്കളെ നശിപ്പിക്കാം എന്നാണ്. 40 വർഷങ്ങൾക്ക് ശേഷം വലിയ ഒരു ജലപ്രളയമുണ്ടായി. നൂഹ് നബി അലൈഹി ഇസ്ലാം തോർന്നിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാക്കണേ. നമുക്ക് രാവിലെ തോർക്കുമ്പോൾ വൈകുന്നേരം കിട്ടണം എന്നുള്ളതാണ്. നമുക്ക് ഇപ്പം അങ്ങോട്ട് തോർന്നാല് അപ്പം തന്നെ കിട്ടണം എന്നാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിന് ഇജാബത്ത് 40 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായത്. 40 കൊല്ലം കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായി. കപ്പലിലേക്ക് വിശ്വസിച്ച ആളുകളെല്ലാവരും കയറി. പക്ഷേ ഒരു സംഭവം ഉണ്ടായത്, നൂഹ് നബിയുടെ മകൻ കയറിയില്ല. കൻആൻ കയറിയില്ല. നൂഹ് നബി മോനെ വിളിക്കുന്നതാണ് രംഗം.
നൂഹ് നബി അലൈഹിസ്സലാം മകനെ വിളിച്ചു, യാ ബുനയ്യർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. ബനി എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ്, ബുനയ്യ എന്ന് പറഞ്ഞാൽ കുഞ്ഞോനെ എന്നാണ് അതിൻ്റെ അർത്ഥം. യാ ബുനയ്യ, എൻ്റെ കുഞ്ഞിമോനെ, ഇർക്കമ്മാന, ഈ വണ്ടിയിൽ കയറ്, വലാ തകും മഅൽ കാഫിരീൻ, കാഫിരീങ്ങളോടൊപ്പം ചേരരുതേ എന്ന് പറഞ്ഞു. മകൻ പറഞ്ഞു, വാപ്പാ സആവി ഇലാ ജബലിൻ യസിമുനി മിനൽ മാഇ, വെള്ളത്തിൽ നിന്ന് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും മലയിൽ ഞാൻ കയറിക്കൊള്ളാം. ഈ മലമ്മ കയറാന്നല്ല, ഇലാ ജബലിൽ നിന്നാണ്, ഏതോ മല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മലയാണെങ്കിൽ ഇലൽ ജബലി എന്നാണ് പറയാ. അവിടെ ഒരു മലയൊന്നുമില്ല, ഓന് കയറാൻ തോന്നണില്ല എന്നുള്ളതാണ് പ്രശ്നം. മലയൊന്നുമില്ല അവിടെ. സആവി ഇലാ ജബലിൻ യസിമുനി മിനൽ മാഇ, വെള്ളത്തെ തൊട്ട് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും മലയിൽ ഞാൻ കയറിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളം പൊന്തി വരാൻ തുടങ്ങി. ആകാശത്ത് നിന്ന് മഴ വർഷിച്ചു. വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ, തിരമാലകൾ അവർക്കിടയിൽ മറയിട്ടു. ഫകാന മിനൽ മുഗ്റഖീൻ, മകനായ കനാൻ മുങ്ങി മരിച്ചു. അങ്ങനെ ശത്രുക്കളൊക്കെ അവിശ്വാസികളൊക്കെ മരണപ്പെട്ടതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തോട് അണ്ടുപോകാനും ആകാശത്തോട് വെള്ളത്തെ പിടിച്ചു നിർത്താനും ആജ്ഞാപിച്ചു. വഖീല യാ അർളു ബിലഇ മാഅകി വയാ സമാഉ അഖ്ലിഇ വഗീളൽ മാഉ വസ്തവത അലൽ ജൂദിയ വഖീല ബുദൽ ലിൽ ഖൗമിൽ ളാലിമീൻ. ജൂദി എന്ന പേരായ പർവ്വതത്തിന് മുകളിൽ പോയി കപ്പൽ നങ്കൂരമിട്ട് നിന്നു. കപ്പലിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാമും വിശ്വസിച്ച ആളുകളും പുറത്തിറങ്ങി. ഒരു സന്തോഷമുണ്ട്, ഒരു ദുഃഖമുണ്ട്. സന്തോഷം എന്താ? വിശ്വസിച്ചവരൊക്കെ കഴിച്ചിലായി, അല്ലാത്തവരൊക്കെ മരിച്ചു. ദുഃഖം എന്താ? മകൻ മരിച്ചിരിക്കുന്നു. മകൻ മരിച്ചല്ലോ, കനാൻ മരണപ്പെട്ടു, അതന്നെ ദുഃഖം. ആ ദുഃഖത്തിന്റെ കട്ടി കൂടണ ഒരു കാര്യമുണ്ട്. ബന്ധുക്കളെ സംരക്ഷിക്കാമെന്ന് അള്ളാഹു പറഞ്ഞിരുന്നു, എന്നിട്ടും മകൻ മരിച്ചു എന്നതാ. അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ വിളിച്ചു, യാ റബ്ബി ഇന്ന ബനി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. എന്തുകൊണ്ട്? സ്വർഗാവകാശിയുടെ കുടുംബം സ്വർഗാവകാശിയാണ്. അതിന്റെ ബാക്കി അവിടെ തന്നെ പറയുന്നുണ്ട്. അമ്മാമൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി ഫസൗഫ യദ്ഉ സുബൂറൻ വയസ്ലാ സഈറ ഇന്നഹു കാന ഫീ അഹ്ലിഹി മസ്റൂറാ. നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയാണ്, സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ്. അതാണ് നമ്മൾ സമസ്തക്കാരന്റെ കുടുംബം സമസ്തക്കാരനാണ് എന്ന് പറയുന്നതിന്റെ കാരണം. എന്താണ് സമസ്തക്കാരെന്ന് പറഞ്ഞാല്? സമസ്തക്കാരെന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ പാതയെ അനുധാവനം ചെയ്തു പോരുന്ന ആൾ എന്നാണ് അതിന്റെ അർത്ഥം. സമസ്തയുടെ പാരമ്പര്യം ഒരു നൂറ്റാണ്ടല്ലല്ലോ. പ്രമേയങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. നമ്മളെ സമ്മേളന പ്രമേയം സമസ്ത ഉണ്ടായിട്ട് 100 കൊല്ലം ആയിട്ടുള്ളൂ. പക്ഷെ പ്രമേയത്തില് നൂറ്റാണ്ടിലൂടെ എന്നല്ല, നൂറ്റാണ്ടുകളിലൂടെ എന്ന് ബഹുവചനാണ്, ജംആണ്. ഏതാണ് ആ നൂറ്റാണ്ടുകൾ? 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് സമസ്തയും അതിന്റെ ആളുകളും ഉയർത്തിപ്പിടിക്കുന്ന പാരമ്പര്യം എന്ന് പറഞ്ഞത്. 14 നൂറ്റാണ്ട് അത് സ്വാലിഹീങ്ങളുടെ പാരമ്പര്യമാണ്. എല്ലാ സ്വാലിഹീങ്ങളുടെ പാരമ്പര്യം നമുക്കുണ്ട്. സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫത്തുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു, മാലിക് റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നമ്മളെ ആൾക്കാരാണ്. ഇവരൊക്കെ സുന്നിയാണ്. ബിദ്അത്തുകാര് സ്വഹീഹുൽ ബുഖാരിയെ അംഗീകരിക്കും, ഇമാം ബുഖാരി അംഗീകരിക്കൂല. നമ്മൾ സ്വഹീഹുൽ ബുഖാരിയെയും അംഗീകരിക്കും, ഇമാം ബുഖാരിയെയും അംഗീകരിക്കും.
ബിദ്അത്തുകാര് സ്വഹീഹ് മുസ്ലിമിനെ അംഗീകരിക്കും, ഇമാം മുസ്ലിമിനെ അംഗീകരിക്കൂല. നമ്മൾ സ്വഹീഹ് മുസ്ലിമിനെയും അംഗീകരിക്കും, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെയും അംഗീകരിക്കും. അതാണ് നമ്മളോലും തമ്മിലുള്ള പ്രത്യേകത. നമ്മളോലും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മൾ ആളെയും അംഗീകരിക്കും, വാക്കിനെയും അംഗീകരിക്കും. മറ്റുള്ളവർ വാക്ക് അംഗീകരിച്ചാലും ആളെ അംഗീകരിക്കൂല. നമ്മൾ ആദ്യം അംഗീകരിക്കുന്നത് ആളെയാണ്, പിന്നെയാണ് വാക്ക് അംഗീകരിക്കുക. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ചതിനാൽ ഷാഫി ഇമാമിന്റെ അഭിപ്രായങ്ങളെ അംഗീകരിക്കുന്നു. അങ്ങനെയാണ് നമ്മളത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം അംഗീകരിച്ചതിനാൽ ഷാഫി ഇമാമിനെ അംഗീകരിച്ചതല്ല. ലോക ചരിത്രം പരിശോധിച്ചാൽ എന്നും നമ്മൾ സ്വാലിഹീങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു പാരമ്പര്യം. അതാണ് നമ്മളെ സ്വാലിഹീങ്ങളുടെ കുടുംബം എന്ന് പറയേണ്ട കാരണം. സ്വാലിഹീങ്ങളുടെ കുടുംബാണ്. ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ആളാണ് നമ്മള്. ഗസ്സാലി ഇമാം നമ്മളാളുമാണ്, നമ്മള് ഗസ്സാലി ഇമാമിന്റെ ആളുമാണ്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആൾക്കാരാണ് നമ്മള് മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആൾക്കാരുമാണ്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മളാളുമാകുന്നു. എല്ലാ കാലം എടുത്തു നോക്കിയാല് 1-ാം നൂറ്റാണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തില് സക്കാത്ത് നിഷേധികൾ ഉണ്ടായി. നമ്മളാരപ്പ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒപ്പം. 2-ാം നൂറ്റാണ്ട് താബികളുടെ കാലഘട്ടമാണ്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്. ആ കാലഘട്ടത്തിൽ വിശ്വാസപരമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയ ആള് നമ്മളാരപ്പ? ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ഒപ്പം സയ്യിദുൽ താബിഈൻ മഹാനായ സയ്യിദുനാ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം 3-ാം നൂറ്റാണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖല്ലെന്നും അവന്റെ ദാത്തിൽ നിലനിൽക്കുന്ന കലാമാണെന്നും വാദിച്ചതിനാൽ ജയിലിൽ കിടന്ന് ചാട്ടവാറടി കിട്ടി. അന്നത്തെ ഭരണാധികാരികൾ മുഅ്തസിലിയാക്കളാണ്. മുഅ്തസിലിയാക്കളുടെ വാദമനുസരിച്ച് ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖാണ്. നമ്മളെ വിശ്വാസം അനുസരിച്ച് ഖുർആൻ അല്ലാഹുവിന്റെ ഖൽഖല്ല, അവന്റെ ദാത്തിൽ നിലനിൽക്കുന്ന അസലിയായ കലാമാണ്. വ്യത്യാസം മനസ്സിലാക്കണം. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വന്നാലേ അള്ളാഹുവിന്റെ കലാം ഉണ്ടാവുന്നതിന് മുമ്പ് അള്ളാഹുവിന് ആദ്യം സംസാരമില്ല എന്ന് വരും. അള്ളാഹുവിന്റെ സംസാരം അവന്റെ ഒരു സൃഷ്ടിയാണെന്ന് വന്നാലേ ആദ്യം കലാമാ ഉണ്ടായത്, അള്ള ഉണ്ടായത്? ആദ്യം അള്ള ഉണ്ടായിട്ട് പിന്നെ കലാമുണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കലാമ് പടക്കണതിന് മുമ്പ് അള്ളാഹു തആലക്ക് മുണ്ടാൻ വെച്ചിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അവന്റെ ദാത്തിൽ നിലനിൽക്കുന്ന അസലിയായ കലാമാണ്. അതിന് അക്ഷരമില്ല, അതിന് ശബ്ദമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ കലാമാണ്. ഒച്ച ആരത? സാലിം ബൈസിന്റെ ഒച്ച. അക്ഷരാരത? സാലിം ബൈസിന്റെ അക്ഷരം. അത് അള്ളാന്റെ അക്ഷരമല്ല, അള്ളാന്റെ ഒച്ചയല്ല, സംഗതി അള്ളാന്റെ കലാമാണ്. ഇതാണ് നമ്മളെ വാദം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുവിന്റെ കലാമാണ്. ശബ്ദമാരതാണ്? മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അക്ഷരമാരതാണ്? പുന്നാര നബി തങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അർറഹ്മാനിർ റഹീം അള്ളാഹുവിന്റെ കലാമാണ്. അക്ഷരം ആരുടേതാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ. ശബ്ദമാരുടേതാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ. അവിടുന്നാണ്ട് വിട്ടാല് അള്ളാഹുവിന്റെ ദാത്തിലാണ് അത് നിലനിൽക്കുന്നത്. അതിനാൽ അള്ളാഹുവിന്റെ അടുത്ത് നിൽക്കുമ്പോ അതിന് അക്ഷരമില്ല, ശബ്ദമില്ല. അത് അള്ളാഹുവിന്റെ ഖൽഖല്ല. കാരണം അക്ഷരം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ശബ്ദവും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അതിനാൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലെന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വാദിച്ചു. അന്നത്തെ ഭരണാധികാരികൾ മുഅ്തസിലിയാക്കളാണ്. അവർ ഇതിന് നേരെ എതിരാണ്. ഖുർആൻ അള്ളാഹുവിന്റെ ഖൽഖാണെന്ന വാദക്കാരാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടക്കാൻ വേണ്ടി ഓർഡർ ഇട്ടു. പട്ടാളക്കാര് തെരഞ്ഞു വരുന്നു എന്നറിഞ്ഞപ്പോ ശിഷ്യന്മാര്
ഉസ്താദിനോട് തൽക്കാലം എവിടെങ്കിലും ഒന്ന് പോയി ഒളിച്ചിരിക്കുന്നു പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ഒരു ഗുഹയിൽ പോയി ഒളിച്ചു. ശിഷ്യന്മാരെ അറിയാതെ ഭക്ഷണമൊക്കെ കൊണ്ടേ കൊടുത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങി. എന്തെങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചോ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊത്തിൽ 3 ദിവസം ഇരുന്നിട്ടുള്ളൂ, അതിനാൽ അതിനേക്കാൾ കൂടുതൽ ഇരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞങ്ങോട്ട് പോന്നു. പട്ടാളക്കാർ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ദിവസവും ചാട്ടവാറ് കൊണ്ട് അടി കിട്ടി. മഹാനായ സയ്യിദുനാ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പിന്മാറിയില്ല. നമ്മളാരൊപ്പാണ്? അഹ്മദ് ബിൻ ഹംബലിന്റെ ഒപ്പം. എല്ലാ കാലത്തും സ്വാലിഹീങ്ങളുടെ കൂടെ നമ്മൾ നിന്നു. ഇതാണ് നമ്മളെ പ്രത്യേകത. ഇതാണ് നമ്മളെ കുടുംബത്തിന് സമസ്ത കുടുംബം എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ കുടുംബം. സമസ്തന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ കുടുംബമാണ്. അത് ഫാസിഖീങ്ങളുടെ കുടുംബമല്ല, മുബ്തദിഇന്റെ കുടുംബമല്ല, കാഫിറിന്റെ കുടുംബമല്ല, മുശ്രിക്കിന്റെ കുടുംബമല്ല, സ്വാലിഹിന്റെ കുടുംബമാണ്. എല്ലാ കാലത്തും നമ്മൾ സ്വാലിഹീങ്ങളൊപ്പാണ്. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ കസാര ഒന്ന് മുന്നിക്ക് ഒരല്പം മാറ്റി നോക്കണട്ട. ഈ മൈക്കന്റെ വള്ളി കേടെടുത്തരുത്, മൈക്കന്റെ വള്ളിയും കേടെടുത്തരുത്, ആ ക്യാമറക്കാരന്റെ വയറും കേടെടുത്തരുത്. മെല്ലെ ഒരല്പം മുന്നിൽ കിട്ടിയിരിക്കാൻ. കുറച്ച് ആൾക്കാർ പുറത്താണ്, അവർക്കൊന്ന് കയറി ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകൾക്കും ഒരല്പം ആ ഇരിക്കുന്നിടത്തുനിന്ന് ഒന്ന് ഇങ്ങനെ മുന്നിക്ക് കയറി ഇരുന്നാൽ പെണ്ണുങ്ങളെ അളകൂല, അവർ ഉസ്താദിനെ കാണൂല എന്ന് എഴുതിയിട്ടാണ്. ദേശം കണ്ട് മുന്നിൽ കിട്ടാല് അയ്വാ സന്തോഷായി. ഒരു 2 യാനബിയൻ ചൊല്ലിക്കാണെ അപ്പത്തിന് സെറ്റായിക്കോളും. യാനബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സ്വലവാത്തുല്ലാഹ് അലൈക്കും വആതാകൽ ഔദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറത് യാ ഹബീബി ഇൻദക റബ്ബിയു നാഫൂറു യാ നബി യാ റസൂൽ യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. മുഅ്മിനീങ്ങളെ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വരുന്ന സമയത്ത് ഗസാലി ഇമാമിനെ എതിർത്ത ആൾക്കാരുണ്ടായിട്ടുണ്ട്. 5-ാം നൂറ്റാണ്ട് മുതലാണ് ത്വരീഖത്തുകളൊക്കെ ആരംഭിക്കുന്നത്. ഖാദിരിയ, ചിശ്തിയ, റിഫാഇയ്യ 5, 6, 7, 8 നൂറ്റാണ്ടുകളാണ് ത്വരീഖത്തുകളുടെ കാലഘട്ടം. ആ സമയത്ത് ത്വരീഖത്തിന്റെ മശായിഖന്മാരൊക്കെ അക്കാലത്ത് കുറെ ആൾക്കാർ എതിർത്തിട്ടുണ്ട്. ഒന്നാമത് തസവുഫിനെ കുറിച്ച് സംസാരിച്ച ആൾ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു ആണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു ആലിമീങ്ങളോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ, സാധാരണക്കാരോട് പറഞ്ഞിട്ടില്ല. സാധാരണക്കാരോട് ആദ്യം സംസാരിച്ച ആള് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലിയാണ് റളിയല്ലാഹു അൻഹു. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ബഗ്ദാദിലെ ഏറ്റവും പ്രസിദ്ധമായ, ഇറാഖിലെ ഏറ്റവും പ്രസിദ്ധമായ ബഗ്ദാദിലെ അറിയപ്പെടുന്ന ഒരു പള്ളിയിലെ ഖത്തീബായിരുന്നു. അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുമായിരുന്നു ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു.
മഹാനവറുകളുടെ ജുമയിൽ പങ്കെടുക്കാൻ വേണ്ടി ധാരാളം ആളുകൾ പള്ളിയിൽ വന്നു ചേരൽ പതിവുണ്ട്. വെള്ളിയാഴ്ചയിൽ മഹാനവറുകൾ ഒരു ക്ലാസ് നടത്തും, ഒരു പ്രഭാഷണം. ധാരാളം ആളുകൾ ആ പ്രഭാഷണം കേൾക്കും. പ്രഭാഷണവും ഖുതുബയും ജുമായുമെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ ആളുകൾ ഒരടക്കം പറയും. എന്താ അടക്കം? ഗസാലി ഇമാമിന്റെ ജ്യേഷ്ഠൻ, ഗസാലി ഇമാമിന്റെ പേര് അബൂ ഹാമിദുൽ ഗസാലി എന്നാണ്. മഹാനവറുകൾക്കൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു മുഹമ്മദുൽ ഗസാലി. മുഹമ്മദുൽ ഗസാലി പള്ളിക്ക് വരൂല. വയത് കഴിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ പോകുമ്പോ തമ്മ പറയും, നല്ല വയതായിരുന്നു കേട്ടോ, എന്തോ ഒരു വയതാണ്. പക്ഷെ അയാൾ നേരാക്കുകയാണെങ്കിൽ ആദ്യം നേരാക്കേണ്ടത് കാരണവലല്ലേ എന്ന് പറയും. ഇത് വല്ലാതെ ഇങ്ങനെ കേട്ട് എടങ്ങാറായപ്പോ ഒരു ദിവസം ഉമ്മാനോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മ, കാക്കാനെ കൊണ്ട് ഞാൻ ആകെ കുടുങ്ങിന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. നാട്ടുകാരൊക്കെ പറയാണ് നന്നാക്കുകയാണെങ്കിൽ ആദ്യം കാരണമല്ല നന്നാക്കേണ്ടത് എന്ന് പറയാണ്. നിങ്ങൾ കാക്കാനോടൊന്ന് ജുമയ്ക്ക് വരാൻ പറയോ എന്ന് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു. ഒരിക്കല് മുഹമ്മദുൽ ഗസാലി വീട്ടിൽ വന്നപ്പോ ഉമ്മ പറഞ്ഞു, മോനെ, എൻ്റെ അനുജൻ ഈ നാട്ടിലെ വലിയ പള്ളിയിലെ ഖത്തീബാന്ന് എനിക്കറിയില്ലേ? ബഗ്ദാദിലെ ഏറ്റവും പ്രസിദ്ധമായ പള്ളി. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാല് ബഗ്ദാദിലെ ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാമാണ് ഗസാലി ഇമാം. അങ്ങനെയൊക്കെ പറയണം, പുതിയ ഭാഷ അങ്ങനെയാണ്, ചീഫൊക്കെ കൂട്ടിയിട്ടാ പറയാം. ബഗ്ദാദിലെ ഗ്രാൻഡ് മോസ്കോയിലെ ചീഫ് ഇമാമായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി. അതുകൊണ്ട് അനക്കൊന്ന് പള്ളിയേക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു. മുഹമ്മദുൽ ഗസാലി പറഞ്ഞു, ഞാൻ പോയിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ വെള്ളിയാഴ്ച മൂപ്പര് നാർത്ത ജുമക്ക് വന്നു, അവ്വല് സൊഫിലിരുന്നു. ഗസാലി ഇമാമിന് റാഹത്തായി, പ്രശ്നമൊക്കെ ഇന്നത്തോടുകൂടെ തീരാണല്ലോ. അങ്ങനെ മഹാനവറുകൾ വാങ്ക് വിളിച്ചു, ഖുതുബോധി, നിസ്കരിക്കാൻ നിന്നോ. രണ്ടാമത്തെ റക്അത്തിനെ നീച്ചക്ക് കയ്യണ് കെട്ടിയേക്കിന് മുഹമ്മദുൽ ഗസാലി സൊഫിക്കൂടെ നടന്നിട്ട് മൂപ്പരൻ പോയി. വന്നിട്ടില്ലെങ്കിൽ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, വന്നതിനാൽ ആകെ മലങ്ങി. അങ്ങനെയായി. ജുമ കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നില്ല, വേഗം പെരേക്ക് പോയി. ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ സംഗതി പറ്റിച്ചു പറഞ്ഞു. എന്താ ചോദിച്ചു. ഇക്കാക്ക വന്നിട്ടില്ലെങ്കിൽ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, വന്നതിനാൽ ആകെ അടങ്ങാറായി. സൊഫിന്റെ മുന്നിൽ കൂടെ ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് കയ്യച്ചൻ പോയി പറഞ്ഞു. മുഹമ്മദുൽ ഗസാലി വന്നപ്പോ ഉമ്മ ചോദിച്ചു, മോനെ, എന്ത് പണിയച്ച് കാട്ടിയത്? ഒന്നാമത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തേലേക്ക് എഴുന്നേറ്റപ്പോ കയ്യച്ചു പോയോ എന്ന് ചോദിച്ചോ പറഞ്ഞു, ആ അമ്മ, ഞാൻ പോയി. ഒരു റക്അത്ത് കയ്യോളം ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തെ റക്അത്തിക്കാണ്ട് നീച്ചതോടുകൂടി ചോരയിലാകെ അങ്ങോട്ട് കുളിച്ചപ്പോ ഞാൻ അങ്ങോട്ട് പോന്നു എന്ന് പറഞ്ഞു. അബൂ ഹാമിദുൽ ഗസാലി വന്നപ്പോ അമ്മ പറഞ്ഞു, എൻ്റെ കാരണോല് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞപ്പോ മൂപ്പര് പറഞ്ഞു, ആ പറഞ്ഞതിലൊരു കാര്യമുണ്ട് പറഞ്ഞു. എന്താ കാര്യം? ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി കർമ്മശാസ്ത്രത്തിലെ ഫിഖ്ഹിലെ വജീസ് എന്ന് പറഞ്ഞ ഒരു കിതാബിന്റെ രചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൈദ് നിഫാസിന്റെ മസ്അല എങ്ങനെ എഴുതുന്നതിന്റെ ഇടയിലാണ് പള്ളിക്കെന്ന് ബാങ്ക് കൊടുത്തത്. ആ പേനയും കടലാസും അവിടെ വെച്ചിട്ട് മൂപ്പര് ജുമക്ക് പോയി. ഖുതുബയൊക്കെ കഴിഞ്ഞ് ഒന്നാം റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തേക്ക് നീച്ചിങ്ങാണ്ട് കയ്യിന് കെട്ടിയപ്പോ ഹൈദ് നിഫാസിന്റെ ബാക്കി മസ്അല ഓർമ്മയ്ക്കട് വന്നതാണ് പ്രശ്നം. അപ്പോഴാണ് കയ്യച്ചാണ് പോയത്. മുഹമ്മദുൽ ഗസാലിയെ തെരഞ്ഞുപോയി, കാക്കാനെ തെരഞ്ഞു പോയിട്ട് പറഞ്ഞു, ഇന്നൊന്ന് നേരാക്കി തരണം, ഈ പോക്ക് പോയാൽ ശരിയാവില്ലല്ലോ എന്നപ്പോ പറഞ്ഞു. നേരാക്കി തരൊക്കെ ചെയ്യാ, തൊള്ളയിലെ നാവ് അടങ്ങിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോ വായിലെ തൊള്ളയത്തെ നാവ് അടങ്ങിയിരുന്നാ നേരാക്കി തരാന്ന് പറഞ്ഞു. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു കോളേജിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം രാജിവെച്ചു, പള്ളിയിലെ ഖതീബ് സ്ഥാനം രാജിവെച്ചു. ബഗ്ദാദിന്റെ മലയോര പ്രദേശത്തുള്ള മസ്ജിദു തൂസ് എന്ന പേരായ പള്ളിയിൽ പോയി 3 വർഷത്തോളം ആരോടും സംസാരിക്കാതിരുന്നു. 3 കൊല്ലം ഉണ്ടാതിരുന്നു. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും. ആ മൗനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എഴുതിയ കിതാബാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബ്.
തസവൂഫിന്റെ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം. ഇഹ്യാ ഉലൂമുദ്ദീൻ വന്നപ്പോ അന്ന് പല ആളുകളും ഗസാലി ഇമാമിനെ എതിർത്തിട്ടുണ്ട്. നമ്മളെന്താ ചെയ്തത്? ഗസാലി ഇമാമിന്റെ ഒപ്പം നിന്നു. നമ്മളെന്നും സ്വാലിഹീങ്ങളൊപ്പം നിന്നിട്ടുള്ളത്. അഹ്ലുൽ ഹഖിന്റെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെയാണ് നമ്മൾ എല്ലാ കാലഘട്ടത്തിലും നിന്നത്. അതുകൊണ്ട് സമസ്ത കുടുംബം എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ കുടുംബമാണ്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസത്തിൽ ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ജനിച്ചു. ഗസാലി ഇമാം വഫാത്തായ ദിവസമാണ് ഗൗസുൽ ആലം ജനിക്കുന്നത്. ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തസവൂഫിന്റെ അറിയപ്പെട്ട ആളായി മാറി. ഗസാലി ഇമാമിനേക്കാൾ തസവൂഫിനെ ജനകീയമാക്കി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലമിന്റെ ജീവിതകാലത്ത് മഹാനവറുകളെ അന്നത്തെ ആളുകൾ ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആരൊപ്പം നിന്നു? ഗൗസുൽ ആലമിന്റെ ഒപ്പം നിന്നു. സ്വാലിഹീങ്ങളുടെ ഒപ്പാണ് എല്ലാ കാലത്തും നിന്നത്. സ്വാലിഹീങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് സ്വാലിഹീങ്ങളുടെ കുടുംബം. സമസ്ത കുടുംബം എന്ന് പറഞ്ഞാല് സ്വാലിഹീങ്ങളുടെ കുടുംബം. ആ കാലത്ത് തന്നെ ഹിജ്റയുടെ 6, 7, 8 വർഷങ്ങളാണ് ലോകത്ത് പ്രധാനപ്പെട്ട ത്വരീഖുകളൊക്കെ വരുന്നത്. അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു ആ കാലത്താണ്. ഇബ്രാഹിം അദ്ദസൂഖി റളിയല്ലാഹു അൻഹു ആ കാലത്താണ്. അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടം അത് തന്നെയാണ്. ബഹാവുദ്ദീൻ നഖ്ശബന്ദി മുഹമ്മദുൽ ഔസുൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെയും കാലഘട്ടം അത് തന്നെയാണ്. പ്രധാനപ്പെട്ട ത്വരീഖുകളൊക്കെ ആ കാലത്ത് വന്നു. നമ്മളെ നാട്ടിലും ആ കാലത്ത് ഈ ത്വരീഖത്തൊക്കെ വന്നിട്ടുണ്ട്. കോഴിക്കോട് ഖാദിമാർ വഴിയായി ഖാദിരിയത്ത് വന്നു. ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു മുഹ്യിദ്ദീൻ മാലയുടെ രചയിതാവ്. കോഴിക്കോട്ടത്തൂറ തന്നിൽ പിറന്നോവർ കോർവായിതൊക്കെയും നോക്കിയെടുത്തോവർ. ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു വഴിയായി കേരളത്തിൽ ഖാദിരിയ ത്വരീഖത്ത് വന്നു. പൊന്നാനി മഖ്ദൂമുമാർ വഴിയായി ചിശ്തിയ ത്വരീഖത്ത് വന്നു. മഖ്ദൂമുമാർ 920 മുതൽ 20 അവരുടെ ഏറ്റവും ഉന്നതമായ കാലഘട്ടം എന്ന് പറയുന്നത്. അവരൊക്കെ ചിശ്തിയാക്കളായിരുന്നു. നൂഞ്ഞേരി കുഞ്ഞഹമ്മദ് റളിയല്ലാഹു അൻഹു വഴിയായി കേരളത്തിൽ നഖ്ശബന്ദിയത്ത് വന്നു. റിഫായി ഷേഖിന്റെ സന്താന പരമ്പര തന്നെ കേരളത്തിൽ വന്നിട്ടുണ്ട്. റിഫായിയത്ത് അവർ മുഖേന വന്നു. ഇങ്ങനെ പ്രധാനപ്പെട്ട ത്വരീഖത്തുകളൊക്കെ 6-7 നൂറ്റാണ്ടുകളിൽ തന്നെയായി കേരളത്തിലെത്തിയിട്ടുണ്ട്. നമ്മളാരൊപ്പം നിന്നു? സാലിഹീങ്ങളൊപ്പം. റിഫായി ഷേഖിന്റെ ഒപ്പം, മുഹ്യിദ്ദീൻ ഷേഖിന്റെ ഒപ്പം, അഹ്മദ് അൽ ബദവിയുടെ ഒപ്പം, ഇബ്രാഹിം അദ്ദസൂഖിയുടെ ഒപ്പം നമ്മൾ നിന്നു. ബഹാവുദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹുവിന്റെ ഒപ്പം നിന്നു. അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നു. നമ്മളെ സബീന ഉണ്ടല്ലോ, സഫീന എന്നാണ് ഒറിജിനല്. നമ്മൾ പറഞ്ഞ സബീന എന്നായതാണ്. സബീന മനസ്സിലായില്ലേ? മുസാബും സബീൻ. സബീനയിലുള്ള മുക്കോറും സാധനമൊക്കെ ഷാദുലി ത്വരീഖത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. നാരിയത്തു സ്വലാത്ത് ഷാദുലിയത്താണ്. ദലായിലുൽ ഖൈറാത്ത് ഷാദുലിയത്താണ്. നമ്മൾ വെള്ളിയാഴ്ച ജുമാക്ക് എന്നാല് പള്ളിക്കുണ്ടാവും അൽക്കഫും സ്വലാത്തും ഏട്. പഴയ പള്ളിയിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. പുതിയ പള്ളിയിൽ നേരമില്ലാത്തോണ്ട് ഏടുണ്ടാവില്ല. 3 അൽക്കഫ് കഴിഞ്ഞിട്ട് പിന്നെ ഓതാനുള്ളതാണ്. ഒരൽക്കഫ് പിന്നെ തീരാതെ പിന്നെ ഏടുണ്ടായിട്ട് എന്താ കാര്യം? അൽക്കഫും സ്വലാത്തും തന്നെ സ്വലാത്തേ വെള്ളിയാഴ്ച 3 അൽക്കഫ് കഴിഞ്ഞിട്ട് പിന്നെ ഓതാനുള്ളതാണ്. ഒരൽക്കഫ് പിന്നെ തുടങ്ങണുള്ളൂ. നമ്മൾ തുടങ്ങാൻ എല്ലാ ദിവസവും തുടങ്ങുന്നുണ്ട്. റമദാനിക്ക് ഒരു ഹത്തും തുടങ്ങും, വെള്ളിയാഴ്ച ഒരു അൽക്കഫും തുടങ്ങും. നമ്മൾ റമദാനില് ആദ്യത്തെ ദിവസം റമദാൻ 1 അന്ന് ദൂർക്ക് പള്ളിയൊക്കെ നിസ്കരിക്കാൻ നേരത്തെ തന്നെ വന്നിട്ട് ദൂർസ്കാരം കഴിഞ്ഞിട്ട് ആ മരത്തിന്റെ പലയൊക്കെ വെച്ചിട്ട് ഒരു മുസാഫൊക്കെ എടുത്തിട്ട് ഒരു തുടങ്ങലുണ്ട്. 3 പേജ്. അപ്പൊ അതിന് ഫോണിൽ മെസ്സേജ് അന്നോട് പോയാല് പിന്നെ 25,000 അന്ന് പിന്നോട് വരും. അങ്ങനെയാണ് പിന്നത്തെ പരിപാടി. 25,000 അന്ന് വന്നിട്ട് ഇനിയിപ്പോ ഏതായാലും തീരൂലെന്ന് ഉറപ്പല്ലേ. അപ്പൊ പിന്നെ ദ്വാരക്ക് കൊണ്ടിട്ടോ അറിയാം എല്ലാവരോടും. എന്തേ സംഗതി ഇത് തീരാത്തതാണ് പ്രശ്നം. ദ്വാരന്നിട്ട് കാര്യമില്ല, അതാണ്ട് ഓതിയാലേ തീരുള്ളൂ തന്നെ സംഗതി. എന്ന മാതിരി എല്ലാ വെള്ളിയാഴ്ചയും അൽക്കഫ് നമ്മൾ തുടങ്ങും. കൂട്ടത്ത് പറയാം, വെള്ളിയാഴ്ച എല്ലാവരും അൽക്കഫ് ഓതണം. അത് ഈമാനാണ്. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന്
പ്രകാശമായിരിക്കുമെന്ന് മുത്തുനബി. പ്രകാശം എന്ന് പറഞ്ഞാൽ നൂർ എന്നത് ഈമാനിന്റെ സിമ്പലാണ്. പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഭംഗിയുടെ സിമ്പലാണല്ലോ. മുഖം ചന്ദ്രനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടെന്നല്ല, ഭംഗിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നൂർ ഈമാനിന്റെ സിമ്പലാണ്. ഒരു വെള്ളിയാഴ്ച ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അത് നൂർ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈമാനായിരിക്കുമെന്നാണ്. ഒരു വെള്ളിയാഴ്ച ഓതിയ ആള് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടുകൂടെ അല്ലാതെ മരിക്കുകയില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് വെള്ളിയാഴ്ച ഓതണം. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഏറ്റവും നല്ലത് സുബീസ്കരിച്ചേക്ക് ഓതലാണ്. കാരണം ജുമയ്ക്ക് ചെല്ലാൻ നമ്മളെന്തായാലും നേരം വെക്കും. അപ്പം പിന്നെ ആ സുബീക്ക് തന്നെ അതുകൊണ്ട് ഓതിയാൽ അതാണ് കഴിഞ്ഞിട്ടല്ലോ, പിന്നെ പോകല് അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് വെള്ളിയാഴ്ച എല്ലാവരും ഓതണം. കൂട്ടത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്വാലിഹീങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞത് അതൊക്കെയാണ്. അതുകൊണ്ട് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലിയോട് കൂടെ നമ്മൾ നിന്നു. മുയ്യദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ എതിർത്ത ആളുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നു. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു വന്നു, നമ്മൾ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നു. കേരളത്തിലെ 6-ാം നൂറ്റാണ്ടിൽ സാദാത്യങ്ങൾ വന്നിട്ടുണ്ടെന്നാണ്. 6, 7, 8 നൂറ്റാണ്ടുകളിലാണ് സയ്യിദന്മാർ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും പോയത്. കേരളത്തിൽ ലഭിച്ച അത്ര സ്വീകാര്യത ലോകത്തെവിടെയും സയ്യിദന്മാർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. എന്താ കാരണം? കേരളത്തിൽ സയ്യിദന്മാർക്ക് സ്വീകാര്യത ലഭിക്കാനുണ്ടായ കാരണം കേരളത്തിൽ 6-ാം നൂറ്റാണ്ട് മുതൽ പള്ളി ദർസുണ്ടായിരുന്നു എന്നതാണ് കാരണം. ലോകത്തെവിടെയില്ലാത്ത ഇസ്ലാമിന്റെ തനതായ രീതി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മാർഗം കേരളത്തിൽ നിലനിന്നതിന്റെ പിന്നിലെ രഹസ്യം 9-ാം നൂറ്റാണ്ട് വരേക്കും സജീവമായ ദർസുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. 6-ാം നൂറ്റാണ്ടിൽ 7-ാം നൂറ്റാണ്ടിൽ തന്നെ താനൂർ പഴങ്കുളങ്ങര പള്ളിയിൽ ദർസ് ആരംഭിച്ചിട്ടുണ്ടെന്ന് ചരിത്രത്തിലുണ്ട്. അതിനു മുമ്പും ദർസുണ്ട്, പക്ഷെ ചരിത്രപരമായി രേഖയില്ല. ചരിത്രപരമായി രേഖയുള്ള ആദ്യത്തെ ദർസ് 6-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ താനൂർ പഴങ്കുളങ്ങര പള്ളിയിൽ ആരംഭിച്ച ദർസാണ്. അതിനുശേഷം ആയിരക്കണക്കിന് ദർസുകൾ കേരളത്തിലുണ്ടായി എന്നതാണ് നമ്മൾ സുന്നികളായതിൻ്റെ കാരണം. പഴമക്കാരായ ആൾക്കാരെ പരിശോധിച്ച് നോക്കിയാൽ ഫത്തുൽ മൊയ്ൻ ഒരു 10 പേജ് ഓതാത്ത ഒരു കന്നൂട്ടേരനുണ്ടാവില്ല. പഴയ ആൾക്കാരെ പരിശോധിച്ച് നോക്കിയാൽ റിയാദുസ് സാലിഹീൻ എന്നൊരു 10 ബാബു ഓതാത്ത ഒരു തെങ്ങമ്മ കയറുന്ന മനുഷ്യനുണ്ടാവില്ല. റിയാദുസ് സാലിഹീൻ തസവുഫാണ്. അതിക്ക് എന്നൊരു 4 ബൈത്ത് കാണാതെ കിട്ടാത്ത ഒറ്റ പജിന കറക്കണ ആളും ഉണ്ടാവില്ല എന്നുള്ളതാണ് പഴയ കാലം. പള്ളി ദർസാണ് നമ്മൾ സുന്നികളായതിൻ്റെ കാരണം. ആ പള്ളി ദർസ് ഉണ്ടായി എന്നത് തന്നെയാണ് സയ്യിദന്മാർക്ക് നമ്മുടെ നാട്ടിൽ സ്വീകാര്യത ലഭിക്കാനുണ്ടായ കാരണം. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന്റെ പ്രാധാന്യത്തെ ആലിമീങ്ങൾ അവർ വരുന്നതിന് മുമ്പ് തന്നെ കേരളക്കാരെ പഠിപ്പിച്ചിരുന്നു എന്നതാണ് അവർക്ക് സ്വീകാര്യത ലഭിച്ചത്. അതുകൊണ്ട് ഇവിടൊക്കെ നമ്മൾ സ്വാലിഹീങ്ങളുടെ കൂടെയാണ് നിന്നത്. സജ്ജനങ്ങൾ, അഹ്ലുൽ ഹഖ്, സ്വാദിഖീങ്ങൾ. സൂറത്തു തൗബയുടെ ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. നിങ്ങൾ അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് ജീവിക്കുകയും സ്വാദിഖീങ്ങളോട് കൂടെ ആവുകയും ചെയ്യുക എന്ന്. സത്യവാന്മാർ, അഹ്ലുൽ ഹഖ്, ഹക്കിന്റെ അഹ്ലുകാരുടെ കൂടെ ആവുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ പള്ളിൻ്റെയും മദ്രസൻ്റെയും കോളേജിൻ്റെയും ഒക്കെ ഭരണഘടനയിലുണ്ടാവും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4-ാൽ ഒരു മദ്ഹബ് സ്വീകരിച്ചവരായിരിക്കണമെന്ന്. നമ്മളെല്ലാവരും ഷാഫി മദ്ഹബുകാരാണല്ലോ. ശരിക്കും നമ്മളെന്താ പറയേണ്ടത്? ഷാഫി മദ്ഹബ് സ്വീകരിച്ചവരായിരിക്കണം എന്നാണല്ലോ. പക്ഷെ നമ്മളെന്താ പറയണത്? ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4-ൽ 1 സ്വീകരിച്ചവരായിരിക്കണം. എന്താ കാരണം? നമ്മളത് മാത്രം ശരിയെന്ന് നമുക്ക് വാദമില്ല. ശരി ഏതാണ് അതിൻ്റെ ഒപ്പം നിൽക്കാം.
നമ്മളതിൻ്റെ കൂടെ നിൽക്കണമെന്നാണെങ്കിൽ എല്ലാവരും ഷാഫി മദ്ഹബാണെന്നല്ലേ പറയേണ്ടത്? അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഷാഫി മദ്ഹബ് ശരിയാണ്, ഹനഫി മദ്ഹബ് ശരിയാണ്, അതായാലും കുഴപ്പമില്ല. ഹംബലി മദ്ഹബ് ശരിയാണ്, അതായാലും കുഴപ്പമില്ല. മാലിക്കി മദ്ഹബ് ശരിയാണ്, അതായാലും കുഴപ്പമില്ല എന്നാണ് നമ്മൾ പറയണത്. ഹക്ക് എവിടെയാണോ അവിടെ നിൽക്കണം, നമ്മളാളാവണം എന്നല്ല ഈ പറയണത്. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ഹനഫി മദ്ഹബാരാണെന്നാണ്. ഷാഫി മദ്ഹബുകാർ കേരളത്തിലുണ്ട്, തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലുണ്ട്, പിന്നെ ഒറ്റട്ടായിട്ട് പല സ്ഥലങ്ങളിലുണ്ട്. ഇന്ത്യയിൽ കൂടുതൽ ഹനഫികളാണുള്ളത്. നമുക്കൊരു കുഴപ്പമൊലറ്റില്ല. 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട സംസ്ഥ ഹനഫി ഉലമാക്കളുടെ സംഗമം നടത്തുന്നുണ്ട് നമ്മളെ ചെലവില്. എന്താ കാരണം? നമുക്കോരോടൊരു കുഴപ്പമില്ല, അത് അഹ്ലുൽ ഹഖാണ്. മദ്ഹബ് 4 ആക്കിയതല്ല, മദ്ഹബ് 4 ആയതാണ്. മദ്ഹബ് വേറെ ഉണ്ടായിരുന്നു, ഹക്കായില്ല എന്നുള്ളതാ പ്രശ്നം. മദ്ഹബുകൾ വേറെ ഉണ്ടായിട്ടുണ്ട്. 3ാം നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് അഫ്ദലുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞ് ഹിജ്റ 3ാം നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് ലോകത്ത് 10ഓളം മദ്ഹബുകൾ വന്നിട്ടുണ്ട്. ദാവൂദുല്ലാഹിയുടെ മദ്ഹബുണ്ട്, അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബുണ്ട്, ഇമാം ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബുണ്ട്. സ്വീകരിക്കാൻ പറ്റൂല, 4 പറ്റുള്ളൂ, 4 ഹക്കുള്ളൂ, മറ്റത് ബാത്തിലാണ്. പല കാരണത്താൽ ദാവൂദുല്ലാഹിയുടേത് പറ്റൂല. എന്താ കാരണം? അത് മുഴുവല്ല, അതുകൊണ്ട് പറ്റൂല. ദാവൂദുല്ലാഹിയുടെ മദ്ഹബ് പറഞ്ഞാൽ മുഴുവല്ല, ചില വിഷയങ്ങളിലൊക്കെ ഒരു അഭിപ്രായം ഉണ്ടെന്നേ ഉള്ളൂ, അതുകൊണ്ട് പറ്റൂല. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് സ്വീകരിക്കാൻ പറ്റൂല. ഇബാദിയാക്കൾ എന്ന് പറഞ്ഞ ആൾക്കാർ ഇന്ന് ലോകത്തുണ്ട്, ആഫ്രിക്കയിലുണ്ട്, ഒമാനിലുണ്ട് ഇബാദിയാക്കള്. ഒമാനിൽ ഇബാദിയാക്കളുണ്ട്, ആഫ്രിക്കയിൽ വളരെ കൂടുതലായുണ്ട്. സ്വീകരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? അബ്ദുല്ലാഹിൽ ഇബാദിന്റെ ഇഅ്തിഖാദിൽ തെറ്റുണ്ട്, വിശ്വാസത്തിൽ പിഴവുണ്ട്. അതിനാൽ അയാളുടെ കർമ്മശാസ്ത്രം സ്വീകരിക്കാൻ പാടില്ല, അത് ബിദ്അത്താണെന്ന് നമ്മൾ പറയും, സ്വീകരിക്കാൻ പാടില്ല. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഉണ്ട്, ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് സ്വീകരിക്കാൻ പറ്റൂല. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ സ്വീകരിക്കും, കുഴപ്പമില്ല. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കും, മഹാനവറുകളുടെ മദ്ഹബ് സ്വീകരിക്കൂല. എന്താ കാരണം? ഇമാം ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് അദ്ദേഹത്തിൽ നിന്ന് വാരിദായതല്ലെന്നും അദ്ദേഹത്തിന്റെ മേലിൽ ആരോ പറഞ്ഞുണ്ടാക്കിയതാണെന്നും അഭിപ്രായമുള്ളതിനാൽ സ്വീകരിക്കാൻ പറ്റൂലെന്ന് ഷിയാക്കൾ സ്വീകരിക്കുന്നുണ്ട്. ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ്, നമുക്ക് ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രശ്നമൊന്നുമില്ല. ഇമാം ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ സ്വീകരിക്കും, മഹാനവറുകളിലേക്ക് ചേർക്കപ്പെട്ട മദ്ഹബ് സ്വീകരിക്കൂല. കാരണം അതിൽ ഹക്കല്ല എന്ന സംശയമുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അഹ്ലുൽ ഹക്കിന്റെ കൂടെയാണ് എല്ലാ കാലത്തും നമ്മൾ നിന്നത്. തന്നെ സംഗതി അതാണ് സ്വാലിഹീങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാം പരിശോധിച്ചു നോക്കിയാൽ 7, 8, 9 നൂറ്റാണ്ടുകളിൽ ലോകത്ത് ത്വരീഖത്ത് വന്നു. ഹക്കായ ത്വരീഖത്തിനെ നമ്മൾ അംഗീകരിച്ചു, ബാത്തിലായ ത്വരീഖത്തിനെ തള്ളിപ്പറഞ്ഞു. എന്താ ഹക്കായ ത്വരീഖത്ത്? ശരീഅത്തിന്റെ നിയമങ്ങളിൽ കടുകിട വ്യത്യാസം പറയാൻ പാടില്ല, അംഗീകരിക്കും. ശരീഅത്ത് നിയമങ്ങളിൽ വ്യത്യാസം പറയുന്നുണ്ടോ? അംഗീകരിക്കൂല. നിക്കരിച്ചാത്ത വലിയുണ്ടായിക്കൂടെ? ഉണ്ടാവാൻ കുഴപ്പമില്ല, ഞമ്മക്ക് വേണ്ട. നിക്കരിച്ചാത്ത വലിയുണ്ടായിക്കൂടെ? ഉണ്ടായിക്കോട്ടെ, നമ്മക്ക് വേണ്ട, താമസക്കാർക്ക് വേണ്ട. നിക്കരിച്ച അവിടെ എന്താ വച്ചാ പഠിച്ചോനെ? ചായ കൊടുക്കട്ടെ? ആ കുഴപ്പമൊന്നുമില്ല, ചായ കൊടുത്തോളി, ഒച്ചല്ല ഉണ്ടാക്കാതെ കൊടുത്തോളി കേട്ടോ. കുട്ടികളെ ഒച്ച ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, വലിയൊരൊച്ച ഉണ്ടാക്കാൻ ഞാൻ മതി. എന്താ പറഞ്ഞു നിങ്ങള് പറഞ്ഞുകൊണ്ടിരിക്കണതേ? നമ്മൾ നിസ്കരിക്കാത്തൊരു വലിയ ഔലിയപ്പാപ്പ ഉണ്ടായിക്കൂടെ? ഉണ്ടായാലും വേണ്ടില്ല, ഉണ്ടായില്ലെങ്കിലും വേണ്ടില്ല, ഞമ്മക്ക് വേണ്ട. എതിർക്കാനൊന്നും പോണില്ല. ഇനി അങ്ങനെ ഫനാഇന്റെ മക്കാമ്, ബക്കാഇന്റെ മക്കാമ് എന്നൊക്കെ പറഞ്ഞ ഔലിയാക്കൾക്ക് കുറെ മക്കാമുകളുണ്ട്. ഈ ബുദ്ധി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ പല നിലക്കുണ്ടാവും. പിരാന്ത് ഒരുപാട്, അൽ ജുനൂനു ഫുനൂനു എന്നാണല്ലോ. പിരാന്ത് പല തരത്തിലുണ്ട്.
ഒരു മനുഷ്യൻ മുഴുപിരാന്തനാണ്, അങ്ങനെ ഉണ്ടാവും. അതിന് മൂച്ചിപ്പിരാന്ത് എന്നാ പറയാ. ചില പിരാന്തുണ്ട്, അതെങ്ങനെ വെച്ചാൽ ചിലപ്പം പിരാന്തുണ്ട്, ചിലപ്പം പിരാന്തില്ല, അങ്ങനെ ഉണ്ടാവും. അവൻ പിരാന്ത് തന്നെയാണ്. ചില വിഷയത്തിൽ പിരാന്താണ്, ചില വിഷയത്തിൽ ബുദ്ധിയില്ല, അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് തീറ്റും കൂടിയൊന്നും കുഴപ്പമില്ല, വേറുള്ള കാര്യത്തിലൊക്കെ പിരാന്താണ്, അങ്ങനെ ഉണ്ടാവും. അത് പിരാന്ത് തന്നെയാണ്. ചില വിഷയങ്ങളിൽ ചിലപ്പം പിരാന്തുണ്ട്, തന്നെ ചിലപ്പം പിരാന്തില്ലേനു, അങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പിരാന്തന് വലിയ മക്കാമും ഉണ്ട്, ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. ഭ്രാന്തനെ ഭ്രാന്ത എന്ന് വിളിച്ച് പരിഹസിക്കുന്നവൻ ഓന്റെ കിതാബും കെട്ടേറ്റ് ഹിസാബ് കാത്തിട്ട് വരിക്കുമ്പോ പിരാന്തൻ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ ഓരൊക്കെ അംഗീകരിക്കുന്നുണ്ട്. എല്ലാ പിരാന്തന്മാരും അംഗീകരിക്കും, എല്ലാ ബുദ്ധി ഇല്ലാത്തവരും അംഗീകരിക്കും. അത് കരുതിയിട്ട് ഇപ്പൊ അതേമാതിരി ആകാൻ പറ്റൂലല്ലോ. അംഗീകരിക്കാനും പിന്തുടരാനും ഏതേ പറ്റുള്ളൂ? ശരീഅത്തിന്റെ നിയമങ്ങൾ അണുവിൻ്റെ അത്ര വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അണു പറഞ്ഞാലേ ഓട്ടേ കൂടിയ വെയിൽ വരുമ്പോ പാറുന്ന ഒരു സാധനം കാണൂലേ, അത്ര വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ശരീഅത്തിന്റെ നിയമത്തില്. അങ്ങനെ ഉണ്ടായാൽ നമ്മക്ക് വേണ്ട, സമസ്തക്കാർക്ക് വേണ്ട, സമസ്തന്റെ ആൾക്കാർക്കും വേണ്ട. അതെന്നെ സംഗതി. എല്ലാ മോശപ്പെട്ട പരിപാടിയും ത്വരീഖത്തിന്റെ പേരിലും സൂഫിസത്തിന്റെ പേരിലും വിറ്റഴിക്കുന്ന ഒരു കാലം. മഹാന്മാരായ ഗൗസുൽ ആദം കൈകാര്യം ചെയ്ത വിഷയം, ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു കൈകാര്യം ചെയ്ത വിഷയമാണ് ത്വരീഖത്ത്. റാബിയത്തുൽ അദവിയ്യ എല്ലാ ദിവസവും ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട്, ഫർളിന്റെ ശേഷമുള്ള റവാത്തിബും വിത്തറൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും 100 റക്അത്ത് മുത്ലഖൻ സുന്നത്ത് നിസ്കരിച്ചിട്ട് ദ്വാരക്കും, പഠിച്ചോനെ ഈ 100 റക്അത്ത് നിന്റെ സ്വർഗം ലഭിക്കാൻ മാത്രമല്ല, നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് കോടാനക്കോടി മനുഷ്യന്മാരുണ്ടാവും. ആ കൂട്ടത്തിൽ ഞാനിങ്ങനെ പോകുമ്പോ എല്ലാ ദിവസവും 100 റക്അത്ത് നിസ്കരിച്ചിരുന്ന റാബിയല്ലേ ആ പോണത് എന്ന് മുത്തുനബി ചോദിക്കണത് കേൾക്കാനൊരു രസമുണ്ട്. അതിനാണ് ഈ 100 റക്അത്ത്. ഫർളും സുന്നത്തും കഴിഞ്ഞിട്ട് ഏറെ 100 റക്അത്ത് നിസ്കരിക്കണ ത്വരീഖത്താണ് നമ്മൾ പഠിച്ച ത്വരീഖത്ത്. അല്ലാതെ ഉള്ള കാലം പോണ ത്വരീഖത്തല്ല അതിന്റെ സംഗതി. അതേസമയത്ത് ചില വിഷയങ്ങളിൽ തീരുമാനം എടുക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. ചില വിഷയങ്ങളിൽ തീരുമാനം എടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. തീരുമാനം വരാൻ പ്രയാസമുണ്ട് വെച്ചിട്ട് അതിൽ പോകാന്നതിന് പറഞ്ഞതിന് അർത്ഥമൊന്നുമില്ല. വിട്ടുക്ക് തന്നെ വേണ്ടത്. വിട്ടു നിൽക്കണമെന്നും ശരിയല്ലെന്നും പറയണമെങ്കിൽ കുറേ കാര്യമുണ്ട്. ഞാൻ ഒരിക്കൽ ആ പട്ടാമ്പി ആ ഭാഗത്ത് അവിടുത്തെ സമസ്തന്റെ കുറച്ച് പ്രവർത്തകരെ കൂടിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ഷെയ്ഖ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾക്കെതിരെ സമസ്തക്ക് ഒരു പരാതി കൊടുത്തു. അദ്ദേഹം നിസ്കരിക്കലില്ല എന്നാണ് പ്രധാനപ്പെട്ട പരാതി. അപ്പൊ ആ പരാതിയുടെ വിചാരണക്ക് വേണ്ടി വിളിച്ചു ജാമിഅ നൂരിയ അറബിക് കോളേജിക്ക്. അന്ന് കുമരംപുത്തൂര് AP ഉസ്താദാണ് സമസ്തന്റെ പ്രസിഡന്റ്. അപ്പൊ അങ്ങനെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ചെന്നിരുന്നതിന് ശേഷം ആദ്യം ഒരു നസീഹത്ത് തരും, ഒരു ഉപദേശം. അള്ളാഹുവിന്റെ ദീനാണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, ആഖിറത്ത് സമാധാനം പറയേണ്ടി വരുന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉപദേശം ഉണ്ടാവും ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അങ്ങനെ ഒരാൾ നിസ്കരിക്കണില്ല എന്നാണ് പരാതി. അപ്പൊ നമ്മോട് ചോദിച്ചു, ഈ ആള് നിങ്ങള് ഒരു വഖത്തും ആ വഖത്തിന്റെ ജംഇന്റെ സമയവും കഴിഞ്ഞു പോകുന്നത് വരേക്കും നിങ്ങൾ അദ്ദേഹവുമായി സഹവസിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഒരു വഖത്തും അതിന്റെ ജംഇന്റെ സമയവും കഴിയണം, അത്രയും സമയം സഹവസിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാള് ഇദ്ദേഹവുമായി ഒരു വഖത്തും ആ വഖത്തിന്റെ ജംഇന്റെ സമയവും കഴിഞ്ഞു പോയതുവരെ സഹവസിച്ചിട്ട് അയാൾ നിസ്കരിച്ചില്ല എന്ന് നിങ്ങളോട് വിവരം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കും. സ്വാഭാവികമായിട്ടും അതില്ല എന്ന് പറയും. അപ്പൊ മൂന്നാമത് ചോദ്യം ചോദിക്കും, ഇദ്ദേഹം നിസ്കരിക്കലില്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം, കൂടെയുള്ളവരെ നിസ്കരിക്കാൻ അനുവദിക്കാറില്ല എന്നാണോ അഭിപ്രായം? രണ്ടും രണ്ട് മസലയാണ്. അയാൾ നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞാൽ ഫാസിഖാവുള്ളൂ, നിസ്കരിക്കാൻ സമ്മതിക്കണില്ല എന്ന് പറഞ്ഞാൽ ഹുക്കുമ് വേറെയാണ്. അപ്പൊ ഒരു സംഗതി തീരുമാനം എടുക്കാനൊക്കെ കുറെ സമയം പിടിക്കും. അത് കരുതിയിട്ടല്ല നിസ്കരിച്ചാത്തവരൊപ്പം പോയിട്ട് സമസ്ത തീരുമാനം എടുത്തിട്ടില്ലല്ലോ എന്ന് പറയാതെ നടക്കാന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. നമ്മൾ ത്വരീഖത്ത് സമസ്ത തന്നെയാണ്. നമ്മൾ സമസ്തന്റെ ആലിമീങ്ങൾ ത്വരീഖത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. മഹാനായ ശംസുൽ ഉലമ സയ്യിദുൽ ഉലമന്റെ ദുആങ്ങൾ കേട്ടിട്ടില്ലേ? ശംസുൽ ഉലമാ അൽ ഖാദിരി എന്നുണ്ടല്ലോ ദുആയില്.
ശംസുലുലമനെ പറയുമ്പോൾ പറയണില്ലേ, അൽ ഖാദിരി എന്ന് പറഞ്ഞാൽ ഖാദിരിയ ത്വരീഖത്ത് തന്നെയാണ് ആ സാധനം. സമസ്തന്റെ എല്ലാ ആലിമീങ്ങളും ത്വരീഖത്ത് കൊണ്ടു നടന്നിട്ടുണ്ട്. പക്ഷെ അത് കച്ചവടമല്ല എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് അതതിൻ്റെ അഹലുകാർക്ക് ആവശ്യമുണ്ട്. അവർ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം, എല്ലാം വേണം. നമ്മൾ പിന്തുടരേണ്ടത് സമസ്തയെയാണ്. കാരണം ശരീഅത്തിന്റെ നിയമത്തിൽ ഒരു ഇഞ്ച് പോലും, ഒരു ചാണ് പോലും വ്യത്യാസമില്ലാതെ മുസ്ലിം ഉമ്മത്തിനെ പിടിച്ചു നിർത്തുക എന്നതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ദൗത്യമായി കണ്ടിട്ടുള്ളത്. 1920-കളിൽ വരെ നമ്മുടെ നാട്ടിലെ മഖ്ദൂമുമാർക്ക് ആധിപത്യമുള്ള കാലഘട്ടമാണ്. പൊന്നാനിന്ന് മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാല് കേരള മുസ്ലിങ്ങളുടെ തീരുമാനം അതായിരുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് പോയിരുന്നില്ല. 1920-കൾക്ക് ശേഷം പുത്തനാശയങ്ങളും വിദഈ ചിന്തകളും കടൽ കടന്ന് പോകാൻ തുടങ്ങി, കടൽ കടന്ന് വരാൻ തുടങ്ങി. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാം വന്ന കാലം മുതൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ പഴയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അഭിപ്രായ വ്യത്യാസം ഒരു പ്രദേശത്ത് ഒതുങ്ങും. ഒരു നാട്ടിൽ ഒരു തെറിച്ച ചങ്ങായി ഉണ്ടെങ്കിൽ ഓൻ മാത്രമേ അതിലുണ്ടാവുള്ളൂ, ഓൻ്റെ മക്കൾ വരെ ഓൻ്റെ ഒപ്പം ഉണ്ടാവില്ല. അതാണ് പഴയ കാലം. ഇനിയൊരു നാട്ടിലൊരു ചങ്ങായി ഉണ്ട് തെറിച്ചത് എന്ന് വിചാരിക്കാം, ഓനും 4 ആളുണ്ടാവും, അടുത്ത നാട്ടിൽ ആരും ഓനുണ്ടാവില്ല. ഇന്ന് അങ്ങനല്ല. ഒരു നാട്ടിൽ നിന്ന് ഒരു പരിപാടി തുടങ്ങിയാൽ വിദേശത്ത് വരെ അതിന് ഏജന്റുമാരാണ്. വിദേശത്ത് നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട്. ഹിജ്റ 12-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ദുരന്തമാണ് പുത്തനാശയങ്ങൾ, ബിദ്അത്തുകൾ, യുക്തിവാദങ്ങൾ, നിരീശ്വരവാദങ്ങൾ എന്നിവ വിമാനം കയറിയും കപ്പൽ കയറിയും വരാൻ തുടങ്ങി എന്നത്. അതിൻ്റെ മുമ്പ് ഇവിടുന്ന് പുറത്തേക്കുമില്ല, പുറത്തേക്ക് അകത്തേക്കുമില്ല എന്നതായിരുന്നു. അതായത് ശരിയല്ലാത്ത വിശ്വാസങ്ങൾക്ക് സംഘടിത രൂപം വന്നു. അതാണ് 1920-കളിൽ ഉണ്ടായ പ്രശ്നം. ശരിയല്ലാത്ത ആരാധനാകർമ്മങ്ങൾക്ക് സംഘടിത രൂപങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ സംഘടിതമായി തന്നെ അതിനെ നേരിടേണ്ടി വന്നു. മുമ്പ് അതില്ല. ഒരു നാട്ടില്, ആ നാട്ടിലെ ഖാദി വിചാരിച്ചാൽ തന്നെ ഒരു വേണ്ടാത്ത പരിപാടി നടക്കൂല. ഒരു നാട്ടിലെ ഖത്തീബ് വിചാരിച്ചാൽ തന്നെ ആ നാട്ടിൽ വേണ്ടാത്ത പരിപാടി നടക്കൂല. പിന്നെ കാലം മാറി, ഓർക്ക് പുറത്തേക്ക് വേരുകളുണ്ടായി. ഒരഭിപ്രായ വ്യത്യാസം ഒരു നാട്ടിലൊതുങ്ങണില്ല. അടുത്ത നാട്ടിൽ നിന്ന് സംരക്ഷണത്തിന് ഇങ്ങോട്ട് വരാൻ ആളുണ്ട്, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ആളുണ്ട്. ബിദ്അത്തുകൾക്കും യുക്തിവാദത്തിനും നിരീശ്വരവാദത്തിനും ശരിയല്ലാത്ത വിശ്വാസങ്ങൾക്കും ശരിയല്ലാത്ത ആരാധനാകർമ്മങ്ങൾക്കും സംഘടിത രൂപം വന്നപ്പോ അതിന് സംഘടിത രൂപത്തെ നമുക്കും കൊണ്ടുവരേണ്ടി വന്നു. ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് അലി ശിഹാബ് തങ്ങൾ, അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. തങ്ങളോട് 9 മണി വരെ സമ്മതം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ 9 മണിക്കാണ് ഞാൻ പ്രസംഗം നിർത്തുക. അപ്പോഴാണ് ഞാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറാകുക ഇൻഷാ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, അപ്പൊ സ്വാലിഹീങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബമാണ് എന്നാണ് ഞാൻ പറയുന്നത്. 6, 7, 8 നൂറ്റാണ്ടുകളിൽ ത്വരീഖത്തുകൾ വന്നു. അന്നുണ്ട് ഹക്കായ ത്വരീഖത്തുണ്ട്, ബാത്തിലായ ത്വരീഖത്തുണ്ട്. ഏത് കാലത്താണോ ത്വരീഖത്ത് വന്നത് ആ കാലത്ത് തന്നെ അഹ്ലുൽ ഹഖും ഉണ്ട്, അഹ്ലുൽ ബാത്തിലും ഉണ്ട്. അന്നൊക്കെ നമ്മൾ അഹ്ലുൽ ഹഖിന്റെ കൂടെ നിന്നു. ശരി എവിടെയാണോ, ഹഖ് എവിടെയാണോ അവിടെ നിന്നു. സ്വാലിഹീങ്ങളുടെ കൂടെ നമ്മൾ നിന്നു പോന്നു. ആ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിലും ഈ ത്വരീഖത്തുകളൊക്കെ വന്നു. അവിടെയൊക്കെ നമ്മൾ ഹഖിന്റെ അഹ്ലുകാരുടെ കൂടെ നിന്നു. നമ്മുടെ ഒരു പഴയ കാലം എന്ന് പറയുന്നത് ആളെ നോക്കുന്ന രീതിയാണ്, എന്ത് പറഞ്ഞു എന്ന് നോക്കുന്ന രീതിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വഹാബത്തിനിടയിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായാല് ആ വിഷയത്തിൽ മുത്തുനബിയുടെ അഭിപ്രായം എന്താ നോക്കും. അത് അവസാനാണ്, അതിന്റെ അപ്പുറത്തേക്ക് പിന്നില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ വലിയൊരു തർക്കം ഉണ്ടായി. എന്താ തർക്കം? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചു. ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹു
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തൻ്റെ പിതാവിൻ്റെ അനന്തരമായി ലഭിച്ചിട്ടുള്ള അടിമ സ്ത്രീയെ ഉമ്മു ഐമനെ വിവാഹം ചെയ്തതിൽ ഉണ്ടായ കുട്ടിയാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, അഥവാ മുത്തുനബിയുടെ വളർത്തുപുത്രനാണ് സയ്യിദുനാ ഉസാമ റളിയല്ലാഹു അൻഹു. താരതമ്യേന ചെറുപ്പക്കാരനാണ്. മഹാനവറുകളുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകളെ യുദ്ധത്തിന് വേണ്ടി നബി തങ്ങൾ നിയോഗിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസാമത്ത് ബിൻ സെയ്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പുറപ്പെടുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ വഫാത്തായി സല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. മഹാനവറുകൾ ഭരണമേറ്റെടുത്തപ്പോൾ ആദ്യം ചെയ്ത പരിപാടി ഉസാമത്ത് ബിൻ സെയ്ദിന്റെ നേതൃത്വത്തിലുള്ള യുദ്ധസംഘം യാത്ര പുറപ്പെടണം എന്ന ഫയലിൽ ഒപ്പുവെക്കലാണ്. ഉസാമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ സംഘം പുറപ്പെടാനുള്ള ഓർഡറിലാണ് ആദ്യം ഒപ്പിട്ടത്. അപ്പൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി സഹാബത്തിന്റെ ഇടയിൽ. ഈ സമയത്തൊരു യുദ്ധം വേണോ? അതിർത്തിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് പോരെ. അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള പരിചയസമ്പന്നരായ യോദ്ധാക്കളൊക്കെ ഇവിടെ ഉണ്ട്. സിദ്ദീഖുൽ അക്ബർ ഭരണമേറ്റെടുത്തിട്ട് ആദ്യം നടത്തുന്ന യുദ്ധല്ലേ, തോറ്റാൽ ആകെ തോൽക്കൂലേ, പറ്റ ഇടങ്ങേറാവൂലേ, അതുകൊണ്ട് രേഷം കഴിഞ്ഞിട്ട് പോരേന്ന് എല്ലാവർക്കും അഭിപ്രായം. പക്ഷെ ആരാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയാൻ ആരുമില്ല. മഹാനവറുകൾ ഗാംഭീര്യമുള്ള മനുഷ്യനായിരുന്നു. അങ്ങോട്ട് പറയാൻ കുറച്ച് പേടിയുണ്ടാവും. ഒന്നും കാട്ടിയിട്ടല്ല, പറയാൻ കഴിയൂല, അങ്ങനെയാണ്. അതുകൊണ്ട് ആരാ പറയാ? എല്ലാരും പറഞ്ഞു ഉമർ ഖത്താബ് പറഞ്ഞോളൂ റളിയല്ലാഹു അൻഹു. മൂപ്പർക്കും തോന്നി ഞാൻ തന്നെയാണ് പോയി പറയേണ്ട ആൾ, അല്ലാതെ ആരാ പറയാന്ന് മൂപ്പർക്കും തോന്നി. അങ്ങനെ പറയാൻ പോയി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് തങ്ങളുടെ അടുത്തെത്തിയിട്ട് വിഷയം അവതരിപ്പിച്ചു. ഈ സമയത്ത് യുദ്ധം വേണ്ടാന്ന് ഇവിടെ അങ്ങനെ എല്ലാവർക്കും അഭിപ്രായം ഉണ്ട് അങ്ങനെയുള്ള പറയാ. എനിക്ക് അഭിപ്രായം ഉണ്ട് എന്ന് പറയില്ലല്ലോ. ഇവിടെ അങ്ങനെ എല്ലാവർക്കും അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞു. ഒരു യുദ്ധം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് അലകും പിടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് യുദ്ധസംഘത്തെ മാറ്റി നിശ്ചയിച്ചിട്ട് തഴക്കം വഴക്കം ചെന്ന ആൾക്കാരെ നേതൃസ്ഥാനത്ത് വെച്ചിട്ടൊക്കെ ചെയ്താൽ പോരേന്ന് ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞു. അഭിപ്രായമൊക്കെ കേട്ടതിന് ശേഷം സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ബിൻ സെയ്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുദ്ധത്തിന് പോയിട്ട് യുദ്ധം പരാജയപ്പെട്ടു എന്ന് വിചാരിച്ചോളി. യുദ്ധം തോറ്റതിനാൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വന്നു. ശത്രുക്കൾ മദീനയിൽ വന്ന് മദീനയിലെ സ്ത്രീകളെയും കുട്ടികളെയും കൊല ചെയ്തിട്ട് മദീനയുടെ തെരുവോരങ്ങൾ മയ്യത്ത് കൊണ്ട് നിറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂൽ മുന്നോട്ട് വെച്ച സൈന്യത്തെ തിരിച്ചു വിളിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയങ്ങള്, ആര് പറഞ്ഞു എന്നതാണ് പഴമക്കാര് നോക്കല്, എന്ത് പറഞ്ഞു എന്നല്ല. ഇത് പുതിയ തലമുറയോട് പറഞ്ഞ പോലെ നമ്മളെ കളിയാക്കും. ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളെ കളിയാക്കും. സംഭവം ഇങ്ങനെ ഉണ്ടായിരുന്നത്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ ആൾക്കാർക്ക് തോന്നിയതേ അത് ഷാഫി ഇമാമിന് തിരിഞ്ഞിട്ടും ഞമ്മക്ക് തിരിയായിട്ടുമാണ്. അതുകൊണ്ട് ഷാഫി ഇമാം പറഞ്ഞത് എടുക്കാം. ഇതാണ് മദ്ഹബുകൾക്കുള്ള അംഗീകാരം. ഇമാം ബുഖാരി മദ്ഹബ് അംഗീകരിച്ച ആളായിരുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു മദ്ഹബ് അംഗീകരിച്ച ആളായിരുന്നു. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു മദ്ഹബ് അംഗീകരിച്ച ആളായിരുന്നു. ആര് പറഞ്ഞു എന്നുള്ളതാ പ്രശ്നം. അവർ അത് നോക്കിയിരുന്നു എന്ന സംഗതി. അപ്പൊ പറഞ്ഞ ആളെ പെണ്ണുങ്ങളെ ഭാഗത്ത് ബക്കറ്റ് വിരി നടത്തുന്നുണ്ട്. ആണുങ്ങൾക്കൊരു മുസാഫത്ത് ഉണ്ടായിക്കോട്ടെ, തങ്ങളോടുള്ളതല്ലേ, കിട്ടുന്നവർ പോന്നോട്ടെ, അങ്ങനെ ആക്കാം. ആണുങ്ങൾക്ക് അങ്ങനെ ആക്കാം. പെണ്ണുങ്ങൾക്ക് ബക്കറ്റ് വിരിവുണ്ട്, അതിൽ കാര്യമായിട്ട് ഇട്ട് കൊടുക്കണം ഇൻഷാ അല്ലാഹ് അല്ലേ? അങ്ങനെ അല്ലേ അല്ലേ? ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇപ്പോൾ തങ്ങളത് കഴിഞ്ഞിട്ടൊന്ന് കൈ പിടിക്കേണ്ടി വരുമല്ലോ. അപ്പം അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒന്ന് കൊടുക്കുകയും ചെയ്താൽ രണ്ട് കാര്യം ഒന്നിച്ചാണ് നടന്നുകൊണ്ടോ. അങ്ങനെ ആണുങ്ങൾക്ക് അങ്ങനെ ആക്കാം ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സ്വല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി
وجهك والله حجتنا يوم يأتي الناس بالهجج صل رب العالمين على سيد الكونين والسرج ومريضا أنت زائر قد أتاه الله بالفرج صل رب العالمين على سيد الكونين والسرج. അങ്ങനെ ഓരോ കാലം നമ്മൾ എടുത്തു നോക്കിയാൽ അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പഴമക്കാരായ ആളുകൾ ചിന്തിക്കുക, 10 ലക്ഷം ഹദീസൊക്കെ കാണാതെ പഠിച്ച ആളല്ലേ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അതുകൊണ്ട് മൂപ്പര് പറഞ്ഞത് ഇക്കാര്യം ശരിയെന്നാണ്. നമ്മളെ ഇടങ്ങേറ് പിടിച്ച തല മുളച്ചപ്പോ ഞമ്മക്ക് തോന്നി ഈ ഹദീസ് ഷാഫി ഇമാമിന് കിട്ടായിട്ട് ഇക്കാരെന്ന് പറഞ്ഞേട്ടാ തോന്നും ഇവന് 20 ലക്ഷം ഹദീസ് ഇഫുദുണ്ട് എന്ന്. നമുക്ക് ആകെ അറിയണ ഹദീസ് ഏതാന്നറിയങ്ങള്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ആകെ അറിയണ ഒരു ഹദീസാണ് ഇപ്പൊ അത്. എന്നിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പോ ഷാഫി ഇമാമിന് ഈ ഹദീസ് കിട്ടായിട്ടാണ് എന്ന് പറഞ്ഞത്. അതന്നെ ഇപ്പൊ ആ ഹദീസ് മുഴുവല്ലത് ഒരു ഹദീസ് തന്നെ നേരങ്ങത്തിൽ അറിയില്ല. ആ ഹദീസ് വലിയ ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ ഔ ഇംറാത്തിൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അതുപോലെ അതിന്റെ സനദും വേണം. അത്ര പോരാ, അതിന്റെ സനദും കൂടി വരണം, അപ്പോഴേ ഒരു ഹദീസാവുള്ളൂ. 10 ലക്ഷം ഹദീസുള്ള മനപ്പാടമുള്ള സയ്യിദുന ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു ഒരു മസല പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുകയാണ് അത് ഹദീസ് ഷാഫി ഇമാമിന് കിട്ടാത്തോണ്ടായിരിക്കും, കിട്ടിയിക്കാണെങ്കിൽ മൂപ്പര് മാറ്റി പറയുമായിരുന്നു. എന്താ ഇങ്ങനെയൊക്കെ കാട്ടുക നമ്മള്? അതാണ് സംഗതി അറിയണത്. അതുകൊണ്ട് എല്ലാ സമയത്തും അഹ്ലുൽ ഹഖിന്റെ കൂടെയാണ് നമ്മൾ നിന്നു പോകുന്നത്. അതാണ് നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നതും. ആരാണ് നോക്കും. പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞാല് അത് മഖ്ദൂം തങ്ങൾക്ക് മനസ്സിലായിട്ടും നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടുമായിരുന്നു എന്ന് തീരുമാനിക്കുന്നതാണ് പഴയ രീതി. പിന്നെ അവിടുന്ന് പോയി 920-കൾക്ക് ശേഷം ബിദ്അത്തിന്റെ സംഘടിത രൂപം വരാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് പോയി ചോദ്യം ചെയ്യാൻ തുടങ്ങി. വലിയ വലിയ ആൾക്കാരെ വരെ ചോദ്യം ചെയ്തു തുടങ്ങി. അംഗീകാരം കുറഞ്ഞു വന്നു. അതിന്റെ മുമ്പ് അംഗീകാരമുണ്ട്. ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നു. അഹമ്മദ് കോയ ശാലിയാത്തി പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിരുന്നു. അബ്ദുൽ ഖാദർ ഫൽഫരി പറഞ്ഞു എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിരുന്നു. അതിന് നമ്മൾ തഹ്ഖീഖുകൾ എന്നാണ് പറയാ. മദ്ഹബിന്റെ ഇമാമുമാരുടെ അഭിപ്രായം അതിന് തർജീഹിന് ശേഷമുള്ളത്. പിന്നീട് തഹ്ഖീഖ്, റഈസുൽ മുഹഖഖി എന്ന് പറയും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. കണ്ണിയത്ത് ഉസ്താദിനോട് ചോദിച്ചു, വാച്ച്മാൻ എപ്പോഴാ തഹജ്ജുദ് നിസ്കരിക്കുക എന്ന് ചോദിച്ചു. ആശുപത്രിയിൽ വാച്ച്മാനാണ്. തഹജ്ജുദ് നിസ്കരിക്കണമെങ്കിൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് ഉറങ്ങിയിട്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ് അതിന്റെ സുന്നത്ത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങിയിട്ട് പിന്നെ നീച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കണമല്ലോ. വാച്ച്മാൻ എപ്പോഴാ നിസ്കരിക്കുക? ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാൻ ഉറങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ നാളെ മുതൽ പെരേ കടന്നിട്ട് ഉറങ്ങിക്കൊള്ളോണ്ടിട്ടോ എന്ന് പറയില്ലേ, ജോലി പോകുമല്ലോ. കണ്ണിയത്ത് ഉസ്താദോട് ചോദിച്ചു എന്താ ചെയ്യാം? കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാർക്ക് രാത്രി പകുതി കഴിഞ്ഞാൽ നിസ്കരിക്കാം എന്ന് പറഞ്ഞു. അതിനാണ് തഹ്ഖീഖ് എന്ന് പറഞ്ഞത്. റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. കണ്ണിയത്ത് ഉസ്താദ്, നമ്മൾ കണ്ട കണ്ണിയത്ത് ഉസ്താദ് ദ്വാരക്കാൻ വന്നിട്ട് യാവദൂദ് യാവദൂദ് യാവദൂ എന്ന് പറഞ്ഞ് ദ്വാരക്കണ ഒരു കണ്ണിയത്ത് ഉസ്താദ് കേട്ടോ. പക്ഷെ അതിന്റെ മുമ്പുള്ള ഒരു കണ്ണിയത്ത് ഉസ്താദ് ഉണ്ട്, വലിയ മുദരിസാണ്. വലിയ മുദരിസ് എന്ന് പറഞ്ഞാൽ അപാരമായ ബുദ്ധിശക്തി. വാഴക്കാട് ദാറുൽ ഉലൂമിന്റെ ലൈബ്രറി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ലൈബ്രറിയിലുള്ളത് മുഴുവൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ്. അതാണ് കണ്ണിയത്ത് ഉസ്താദ്. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായിട്ട് ആദ്യത്തെ ഒരു അനുസ്മരണ പരിപാടി കോഴിക്കോട് നടക്കാൻ, ഞാൻ അന്ന് മുത്തഅല്ലിമാണ്, ദർസിലോതുന്ന കുട്ടിയാണ്. ആരപ്പോ അങ്ങനെ പരിപാടി കാണാൻ വേണ്ടി പോയി. ആരൊപ്പാന്ന് എനിക്ക് ഓർമ്മയില്ല, ചെറിയ കുട്ടിയാണ്. അങ്ങനെ പോയി. സയ്യിദ് മുഹമ്മദ് നിസാമിയാണ് അന്ന് അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത്. അള്ളാഹു അവരുടെയൊക്കെ ദർജ ഉയർത്തട്ടെ.
സെയ്ദ് മുഹമ്മദ് നിസാമിയുടെ പ്രഭാഷണത്തിൽ പറഞ്ഞു, കണ്ണിത്ത് ഉസ്താദിന് ഒരു മുഞ്ചിത് കിട്ടി. ഡിക്ഷണറി ഉണ്ടല്ലോ, ഒരു മുഞ്ചിത്. ഞാൻ അത് 2 ദിവസം കഴിഞ്ഞിട്ട് തരട്ടോ എന്ന് പറഞ്ഞു. ആ മുഞ്ചിത് തല മുതൽ അവസാനം വരെ ഒരു പ്രാവശ്യം ഇങ്ങനെ നോക്കിയിട്ട് കൂട്ടിങ്ങാണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ചോദിച്ചോ പറഞ്ഞു. മുഞ്ചിതിലുള്ളത് ചോദിച്ചോന്ന്. അതാണ് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ ആള്. ഞമ്മക്ക് വലുപ്പം തോന്നൂല എന്നുള്ളതാണ് പ്രശ്നം. ഞമ്മക്കല്ലെങ്കിൽ ആരെ വലുപ്പം തോന്നല്, അതന്നെയാണ് നമ്മളൊരു പ്രശ്നം എന്ന് പറഞ്ഞത്. നമ്മൾ തുടർന്ന് വരുന്ന ഒരു പാരമ്പര്യമുണ്ട്, അത് സ്വാലിഹീങ്ങളുടെ പാരമ്പര്യമാണ്. ഞമ്മക്ക് പോലെ വലുപ്പറിയാം, അതുകൊണ്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നു. ഇതുകൊണ്ടാണ് സമസ്തന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ സ്വാലിഹീങ്ങളുടെ കുടുംബമാണ് എന്ന് പറഞ്ഞതിന്റെ കാരണം. അവർ സ്വാലിഹീങ്ങളാണ്, ദുആക്ക് ഇജാബത്തുള്ളവരാണ്. നമ്മളെ സംബന്ധിച്ച് ഒരാള് ഒന്ന് ദ്വാരപ്പിക്കേണ്ടിയിരുന്നു. എവിടുക്കാ പോകുക എന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട്. ഹയാത്തുള്ള ആൾക്കാരെ നമ്മൾ പറഞ്ഞത് ശരിയല്ലാത്തതുകൊണ്ട് പറയണില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഒറ്റക്ക് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. നമുക്ക് ഇന്നോടത്തേക്ക് പോകുക എന്ന് പറയാൻ കഴിയും. അതേ സമയത്ത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ മാസം മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് നടത്തിയല്ലോ. കഴിഞ്ഞ മാസം മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ടാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആണ്ട് പറഞ്ഞാൽ എന്താ? മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഫളായിലുകൾ പറയും, മഹാനവറുകളുടെ ജീവിതത്തിന്റെ സന്ദേശങ്ങൾ പറയും. 25 ആണ്ടോളം ചുറ്റി നടന്നോവർ, ഇരിയന്നായകൾ കേട്ടാരേ ഇരുന്നോവർ, 40 ഇറ്റാണ്ടോളം വയത് പറഞ്ഞോവർ, നന്നായി 90 കൊല്ലം ഇരുന്നോവർ. ഗൗസുൽ ആദമിന്റെ മദ്ഹുകൾ എല്ലാ വർഷവും നമ്മൾ പറയും. ഈ മാസം ഇവിടെ കയ്യാണ് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് മാസാണ്. എല്ലാ കൊല്ലവും നമ്മൾ ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് പറയും. എന്തേ പറയാൻ മാത്രമുണ്ട് എന്നതുകൊണ്ടാണ്. എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഒരു അനുസ്മരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കേട്ടിട്ടുണ്ടോ? നമ്മൾ അതായത് നടത്തൂല, ഓൽക്ക് നടത്തിക്കൂടെ? അത് നടത്താൻ മാത്രമില്ല എന്ന് ഓൽക്ക് തന്നെ അറിയാം. അതാണ് പ്രശ്നം. അബുല്ലൈല മൗദൂദിയുടെ ഒരു അനുസ്മരണ പരിപാടി ഉണ്ടാവൂല. എന്തേ? പറയാൻ മാത്രമില്ല എന്ന് ഓൽക്കറിയാം. അതാണ് പ്രശ്നം. ആ സമയത്ത് നമ്മക്ക് അങ്ങനെയല്ല, പറയാൻ മാത്രം ഉണ്ട്. അതന്നെ വിഷയം. നമ്മുടെ PP മുഹമ്മദ് ഫൈസി കൊണ്ട് ഒരാളുണ്ടായിരുന്നു, പലർക്കും പരിചയം ഉണ്ടാവും. SYSന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സ്റ്റേറ്റ് വൈസ് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, മുഷാവറ മെമ്പറായിരുന്നു PP മുഹമ്മദ് ഫൈസി. PP മുഹമ്മദ് ഫൈസി ഒരിക്കലൊരു അനുഭവം പറഞ്ഞു. ഈ അബ്ദുല്ലാഹി യാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഇർഷാദുൽ യാഫിക്ക് ഒരു ശറഹ് പ്രസിദ്ധീകരിച്ചു. മുമ്പ് PP ഉസ്താദ് കൺവീനർ ആയിട്ടുള്ള ഒരു സമിതിയാണ് അത് പ്രസിദ്ധീകരിച്ചത്. അത് പ്രസിദ്ധീകരിച്ച് അതിന്റെ വിൽപ്പനയൊക്കെ കഴിഞ്ഞ് കുറെ പൈസ ഒക്കെ കിട്ടി. ആ പൈസയും ഇർഷാദുൽ യാഫിന്റെ കണക്കും ഓഡിറ്റ് റിപ്പോർട്ടും കൂടി ഒരു ബാഗിൽ വെച്ചിട്ട് PP മുഹമ്മദ് ഫൈസി ഒരു പരിപാടിക്ക് പോയി. പരിപാടി കഴിഞ്ഞ് വരുമ്പോ കോട്ടക്കല് താഴെ സാഹിബിന്റെ പള്ളി എന്നുള്ളൊരു പള്ളിയുണ്ട്, ഇന്ത്യനൂർ റോഡിന്റെ ഓപ്പോസിറ്റ്. ആ പള്ളിക്ക് കയറിയിട്ട് ബാഗ് തലക്ക് വെച്ചങ്ങാണ്ട് PP കടന്നുറങ്ങി. രാവിലെ നീച്ചു നോക്കുമ്പോ ബാഗ് കാണാനില്ല. പൈസ പോയത് പ്രശ്നം, പൈസ ഉണ്ടാക്കിയുണ്ടാവും. ഓഡിറ്റ് ചെയ്ത കണക്ക് പോയി എന്ന് പറഞ്ഞാൽ എത്ര മുക്കിയത് എന്ന് അറിയില്ല എന്നല്ല അതിന്റെ അർത്ഥം. അത് വലിയ പ്രശ്നമാണല്ലോ. കണക്ക് പോയി, പൈസ ഉണ്ടാക്കിയുണ്ടാവും, കണക്ക് എന്താ കാട്ടുക? ബേജാറായിട്ട് ഈ വിഷയം PP മുഹമ്മദ് ഫൈസി നേരിട്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ അടുത്ത് ചെന്നു. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ പാപ്പ പേരന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോ PP ഇങ്ങനെ കയറി ചെന്നു. അസ്സലാമു അലൈക്കും, എന്തേ PP പോന്നു ഈ നേരത്ത് എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, തങ്ങളെ ഇർഷാദുൽ യാഫിന്റെ വരവ് ചെലവ് എഴുതിയ കണക്ക് ബുക്കും ഓഡിറ്റ് റിപ്പോർട്ടും ബാക്കി പൈസയും കൂടി ഒരു ബാഗിലുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒരു പരിപാടി കഴിഞ്ഞ് വരുമ്പോ സാഹിബിന്റെ പള്ളിക്ക് കയറിങ്ങാണ്ട് കടന്നുറങ്ങി. നേരം വെളുത്ത് നോക്കുമ്പോ കാണാനില്ല. ഇന്റെ ആ കണക്കിന് കിട്ടിയാൽ മതിയായിരുന്നു, പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ പൽ ഫാത്തിഹ എന്ന് പറഞ്ഞങ്ങാണ്ട് ദ്വാരുന്നു. ദ്വാ കഴിഞ്ഞിട്ട് PP ഇങ്ങനെ പോരുമ്പോ മലപ്പുറം വല്യങ്ങാടി എത്തിയേക്കിന് ബഹുമാനപ്പെട്ട ഹസൻ ഷെരീഫ് കുരിക്കള് കാറിൽ ഇങ്ങനെ പോണുണ്ട്. PP മുഹമ്മദ് ഫൈസിനെ കണ്ടപ്പോ നിർത്തിയിട്ട് ചോദിച്ചു, PP ഇങ്ങളടുത്തുള്ള ചെറിയ ബാഗ് എവിടെയെന്ന് ചോദിച്ചോ. കാണാനില്ല എന്ന് പറഞ്ഞു. കോട്ടക്കൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നിടത്ത് അരിച്ചാൽ ഞാനത് കണ്ടു. ഇങ്ങളതാണോ അല്ലേന്ന് ഉറപ്പില്ലാത്തോണ്ട് എടുത്തില്ല എന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോ ബാഗ് അവിടെ ഉണ്ട്. ബാഗിൽ കണക്കുണ്ട്, ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്, പൈസ ഇല്ല. തങ്ങൾ വാപ്പാന്റെ അടുത്ത് സന്തോഷം പറയാൻ വേണ്ടി വന്നു. തങ്ങൾ വാപ്പ കണക്കും കിട്ടിയിട്ടുണ്ട്, ഓഡിറ്റ് റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്, പൈസ ഇല്ല എന്ന് പറഞ്ഞത്രേ.
പൈസ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പൊ പറഞ്ഞിട്ടാണെങ്കിൽ അതും കിട്ടിയെന്നു എന്നർത്ഥം. ഒരു ദുആക്ക് ഇജാബത്തുള്ള ആളെ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഞമ്മക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ അടുത്ത് കൊണ്ടുപോവാണ്ട്. ഹയാത്തുള്ള ആൾക്കാരെ പറഞ്ഞത് ശരിയല്ലാത്തോണ്ട് പറയാതിരിക്കുകയാണ്. അതേ സമയത്ത് മൗത്തായ ഒരുപാട് ആൾക്കാരെ നമുക്ക് പറയാണ്ട്, നമ്മൾ പറയുന്നുണ്ട്. എന്തേ കാരണം? നമ്മളെല്ലാ കാലത്തും സ്വാലിഹീങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത്. നമ്മളല്ലാത്ത ആർക്കെങ്കിലും ഒരു പീഡിയ ഉദ്ഘാടനത്തിന് ആരെ വിളിക്കുക എന്ന് ചോദിച്ചാൽ അത് ജനൽ ഉദ്ഘാടനം ചെയ്യലാ നല്ലത് എന്ന് പറയേണ്ടി വരും. നമുക്ക് അങ്ങനെയല്ല, ഇഷ്ടം പോലെ ആൾക്കാരെ പറഞ്ഞു കൊടുക്കാണ്ട് എന്നുള്ളത് നമ്മുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും സ്വാലിഹീങ്ങളുടെ കൂടെയാണ് നമ്മൾ നിന്നു പോകുന്നത്. സ്വാലിഹീങ്ങളുടെ കുടുംബത്തെയാണ് സമസ്ത കുടുംബം എന്ന് പറയുന്നത്. അന്നും ഇന്നും എന്നും അങ്ങനെയാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ളലാലത്തായ ഹക്കല്ലാത്ത ഒരു കാര്യത്തിന്റെ മേൽ 40 ആലിമീങ്ങൾ ഒരുമിക്കുകയില്ല എന്നതാണ് നമ്മുടെ ശക്തി. ഒന്നോ രണ്ടോ ആളൊക്കെ ഉണ്ടായേക്കാം. 40 ആളുകൾ ഹക്കല്ലാത്ത ഒരു ളലാലത്തിന്റെ മേൽ ഒരുമിക്കുകയില്ല എന്നതാണ് അതിന്റെ അസ്ലി. മഖ്ദൂമുമാരുടെ കാലം കഴിയാണ്. മഖ്ദൂമുമാർക്ക് അംഗീകാരം കുറഞ്ഞു വരുന്നു. മഖ്ദൂമുമാർ നിശ്ചയിച്ച ഖാദിമാർക്ക് അംഗീകാരം കുറഞ്ഞു വരുന്നു. ഇനി എന്ത് ചെയ്യുമെന്നാലോചിച്ചു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അബ്ദുൽ ഖാദിർ ഫദ്ഫരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ ശാലിയാത്തി റളിയല്ലാഹു അൻഹു 925 മുതൽ 26 വരെയുള്ള ഒരു വർഷം കേരളത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ അവർ സഞ്ചരിച്ചു. പ്രധാനികളായ സൂഫിയാക്കളെ നേരിൽ കണ്ടു, ആലിമീങ്ങളെ നേരിൽ കണ്ടു, സയ്യിദന്മാരെ നേരിൽ കണ്ട് ഈ പ്രതിസന്ധി അവരോടെല്ലാവരോടും പറഞ്ഞു. പരിഹാരമുണ്ടാക്കണം എന്നെല്ലാവരും നിർദ്ദേശിച്ചു. എല്ലാവരെയും വിളിച്ച് കോഴിക്കോട് യോഗം ചേർന്നിട്ട് അതിൽ വെച്ച് ബാലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പ പ്രസിഡന്റായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന ആദർശ പ്രസ്ഥാനത്തിന് രൂപം നൽകി. കേരള മുസ്ലിങ്ങളുടെ ഈമാനിന് കാവൽ നിൽക്കുക എന്നതാണ് സമസ്തയുടെ രൂപീകരണ ലക്ഷ്യം. ഈമാനിന് കാവലിക്കുക. ഈമാൻ പോയിട്ട് ബാക്കി എന്തുണ്ടായിട്ട് എന്താ കാര്യം? അല്ലെങ്കിലും അമലുസ്വാലിഹാത്തിന്റെ കുറവല്ല എന്നുള്ളത് ഈമാന്റെ കുറവാണ്. പഴയകാലത്ത് നമ്മളെ മലബാറിലൊക്കെ പുതിയാപ്പള സൽക്കാരുണ്ടാവും. റമദാൻ മാസത്തില് പുതിയാപ്പളനെയും കൂട്ടുകാരും കൂടി നോയമ്പറപ്പിക്കാൻ വിളിക്കും. അങ്ങനെ നോയമ്പറക്കാൻ വിളിച്ചാല് 20 ആള് വരുന്നതിൽ 15 ആൾക്കും നോയമ്പുണ്ടാവില്ല. അങ്ങനെയാണ്. ഇന്ന് അങ്ങനെയല്ല. 20 ആള് വരുന്നതിൽ 25 ആൾക്കും നോയമ്പുണ്ട്. ബസ്സിലെ ഡ്രൈവർക്ക് നോയമ്പുണ്ട്, ബസ്സിലെ കണ്ടക്ടർക്ക് നോയമ്പുണ്ട്, കല്ലുമണ്ടിയിലെ ഡ്രൈവർക്ക് നോയമ്പുണ്ട്, ഓട്ടോറിക്ഷക്കാരനും നോയമ്പുണ്ട്, മീൻ കച്ചവടക്കാരനും നോയമ്പുണ്ട്. റമദാൻ മാസായാലും അങ്ങാടിത്തെ പള്ളിയില് ഹൗദക്ക് വെള്ളം അടിച്ചാലും തികനില്ല. ചെറുപ്പക്കാര് കാര്യമാണ് നിക്കരിച്ചിട്ട്. പക്ഷെ എത്ര ആൾക്കാർ മരിക്കുമ്പോൾ കെലിമ ചൊല്ലണത് നമ്മൾ കണ്ടു. അതാ വിഷയം. പഴയകാലത്ത് അങ്ങനെയല്ല. 40 ആള് ജുമാക്ക് തികയായിട്ട് പാടത്ത് പോയി മൊല്ലാക്ക വിളിച്ചിരുത്തി കൊടുന്നിട്ട് 40 തേച്ചിട്ട് ഹുത്തുബ ഓതുന്ന കാലത്ത് മരിക്കാൻ നേരത്ത് പാടത്തുനിന്ന് കയറി വന്നിട്ട് കയ്യും കാലും തേച്ചീറ്റ് കട്ടിലുമ നീണ്ടുകയറുന്ന് കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അടുത്ത പേരേക്ക് കേൾക്കണ തരത്തിൽ ചൊല്ലിയിട്ട് മരണപ്പെട്ടിട്ടുണ്ട് മുൻഗാമികള്. ഓൽക്ക് ഈമാൻ ഉണ്ടായിരുന്നു. ഞമ്മക്ക് അമലുസ്വാലിഹാത്തിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. ഞമ്മളെ മാതിരി പോലും ഉംറക്ക് പോയിട്ടില്ല. ഇന്ന് മാസത്തിൽ 2 വട്ടം നമ്മൾ ഉംറക്ക് പോകുന്നുണ്ട്. ഈമാൻ എവിടെയെന്നാ നോക്കേണ്ടത്? പഴമക്കാരുടെ ഈമാൻ ഇല്ലാത്തൊരു സമൂഹമായി പോകുന്നു. ഈ ഈമാനിൽ കാവൽ നിൽക്കലാണ് സമസ്തയുടെ പരിപാടി. ഈമാൻ ഇല്ലാതെ അമലുസ്വാലിഹാത്ത് കുറെ ഉണ്ടായിട്ടോ ഒക്കെ ആവശ്യം തന്നെയാണ്. അമൽ ആവശ്യമില്ല എന്നല്ല അതിന്റെ അർത്ഥം. ഉംറക്ക് പോണ്ടെന്നല്ല അതിന്റെ അർത്ഥം. സ്ഥാപനങ്ങൾ വേണ്ടെന്നല്ല അതിന്റെ അർത്ഥം. അതൊക്കെ വേണ്ട തന്നെയാണ് ഈമാൻ കഴിഞ്ഞിട്ട്. ഈമാനാണ് 1-ാം സ്ഥാനം. ഈമാൻ ഉണ്ടായിങ്ങാണ്ട് ബാക്കിയുള്ളത് ഒന്നുമില്ലെങ്കിലും നരകത്തിലെ ഹുലൂദ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഈമാനിന് കാവൽ നിൽക്കുക എന്നതാണ് സമസ്തയുടെ ലക്ഷ്യം. 100-ാം വാർഷികമാണ്. 100-ാം വാർഷികം എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ആശയങ്ങളെയും ആദർശങ്ങളെയും പ്രചരിപ്പിക്കാനുള്ള മാസമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് ഏറ്റവും അടിസ്ഥാനപരമായ വിശ്വാസം എന്ന് പറയുന്നത്. അതാണ് ഹക്ക്. അത് മാത്രമാകുന്നു ഹക്ക്. ബാക്കിയുള്ളതെല്ലാം ബാത്തിലാണ്. യുക്തിവാദത്തിലേക്ക് പോകുന്നത് സുന്നികളിൽ നിന്നല്ല, ബിദഅത്തുകാരിൽ നിന്നാണ്.
നിരീശ്വരവാദത്തിലേക്ക് പോകുന്നത് സുന്നിസത്തിൽ നിന്നല്ല, ബിദ്അത്തിൽ നിന്നാണ്. ബിദ്അത്ത് എന്ന് പറയുന്നത് മുഅ്തസിലിയാക്കൾ തുടങ്ങി വെച്ചതാണ്. അത് ഇസ്ലാമിനകത്തെ യുക്തിവാദമാണ്. മുഅ്തസിലിയാക്കൾ ഹക്കമത്തിൽ മുഅ്തസിലത്തു അൽ-അഖ്ല, മുഅ്തസിലാക്കൾ ബുദ്ധിയെ ഏറ്റവും വലിയ വിധികർത്താവായി കണ്ടു. ബുദ്ധിക്കൊതുങ്ങാത്തതിനെ അന്നവർ തള്ളിപ്പറഞ്ഞു. അത് തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശാരി എന്താണ് പറയുന്നത്, അള്ളാഹു എന്താണ് പറഞ്ഞത്, മുത്തുനബി എന്താണ് പറഞ്ഞത് എന്നാണ് നോക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് ബുദ്ധിക്കോ യുക്തിക്കോ ഒരു സ്ഥാനവുമില്ല എന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസം. ആ വിശ്വാസം അഹ്ലുസുന്നത്തി വൽ ജമാഅയാണ് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അത് നമ്മൾ എല്ലാവർക്കിടയിൽ പ്രചരിപ്പിക്കണം. എല്ലാവരോടും ആ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ SKSSFന്റെയും SBVയുടെ ഒക്കെ ഭാഗമാക്കണം. നല്ല കൂട്ടുകാരൻ നന്മയിലേക്ക് നയിക്കുമെന്നാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേലിലായിരിക്കുമെന്ന് അഷ്റഫുൽ വറ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുണ്ടായാലേ നന്നായി തീരുള്ളൂ. നല്ല കൂട്ടുകെട്ടിനുള്ള വഴിയാണ് SKSF. ഇപ്പോ ഞാൻ തമാശക്ക് പറയലുണ്ട്, എനിക്കൊന്നും ഇപ്പോൾ ഒരു സിനിമക്ക് പോകാൻ കഴിയൂലല്ലോ. തലയെക്കെട്ടൊക്കെ എടുത്തുവെച്ച് കന്തൂരൊക്കെ മാറ്റി ഒരു ഫാൻ്റെ ഇട്ടിട്ട് ഒരു സിനിമക്ക് പോയി എന്ന് വിചാരിക്കുക. സിനിമ കാണാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് കുട്ടികൾ ചോദിക്കും, ആ ഉസ്താദ് എങ്ങളുണ്ട്, നിങ്ങൾ ആ യൂട്യൂബിലൊക്കെ കാണുന്ന മൂല്യരല്ലേ എന്ന് ചോദിക്കും. കഴിയൂല. എന്തേ? ഒരു മനുഷ്യന്റെ അവസ്ഥ അങ്ങനെ ആയി മാറണം. SKSFന്റെ ആൾക്കാരൊപ്പം കൂടിയാൽ കുരുത്തക്കേട് കാട്ടാൻ കഴിയൂല. കാരണം മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിനനുസരിച്ചാണ് പോവുക. നമ്മളെ മോൾക്കൊരു കല്യാണം വന്നു എന്ന് വിചാരിച്ചോളി. മോൾക്കൊരു കല്യാണം വന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഔദ്യോഗിക അന്വേഷണം നടക്കുന്നതിന്റെ മുന്നേ ഓലെ പേരൻ്റെ അടുത്തുള്ള നിസ്കാര പള്ളിക്ക് ഒരു അസർ നിസ്കരിക്കാൻ വേണ്ടി പോകും. സ്കൂട്ടി അവിടെ സൈഡാക്കിയിട്ട് അസർ നിസ്കരിക്കാൻ പള്ളി കയറിയിട്ട് പള്ളിൻ്റെ അടുത്തുള്ള സുലൈമാക്കാൻ്റെ ചായപ്പിടി പോയിട്ട് ഒരു മധുരമില്ലാത്ത ചായയും ലഡു കടിയെടുത്തുങ്ങാണ്ട് ഇങ്ങനെ തിന്നണതിൻ്റെ ഇടയിൽ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കും, നമ്മളാ മാമുട്ടിയാജിയുടെ മൂത്ത മകൻ സുലൈമാനെ പറ്റി എന്താ അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പോൾ ഓല് പറയും, ചെറുക്കനൊന്നും തരക്കടില്ല, നല്ലോനാണ്, പെരയൊക്കെ പറ്റോനാണ്, മാനി ബാപ്പാനൊക്കെ നല്ലോണം നോക്കണോനാണ്, ജോലിക്ക് പോണോനാണ്, എല്ലാ നിലയിലും ഉഷാറാണ്. ഓൻ്റെ കൂട്ടുകാരൊക്കെ ഒരു കോച്ചറായി ആണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് കോച്ചറായി ആണ്. കോച്ചറായുടെ അർത്ഥം ഡിക്ഷണറി തിരഞ്ഞെടുക്കണ്ട, അതിൻ്റെ അർത്ഥം കിട്ടൂല, പക്ഷെ സാധനം മനസ്സിലാവും. എന്താണ് ആ സാധനം എന്ന് എല്ലാവർക്കും മനസ്സിലാവും. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കുമെന്നാണ്. കുട്ടികളൊക്കെ SKSFന്റെ ഒപ്പാക്കിക്കോളിയും. SKSFയുടെ കൂട്ടുകെട്ടാണെങ്കിൽ അതിനനുസരിച്ചാണ് ഉണ്ടാകുക. സുന്നി ബാലവേദിയുടെ കൂട്ടുകെട്ടാണെങ്കിൽ അതിനനുസരിച്ചാണ് ഉണ്ടാകുക. ജമാഅത്തിൽ പങ്കെടുക്കുന്നവന് ജമാഅത്തിൽ പങ്കെടുക്കുന്നവരുടെ സ്വഭാവം ഉണ്ടാകുക. മനുഷ്യൻ ആരോട് കൂടുന്നുവോ അവരുടെ സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ട് സമസ്ത ഹക്കായ പ്രസ്ഥാനമാണ്, ഹക്കിലേക്ക് നയിക്കുന്ന പ്രസ്ഥാനമാണ്. ഈമാന്റെ സംരക്ഷണമാണ് പ്രധാനപ്പെട്ട ദൗത്യം. സ്വാലിഹീങ്ങളുടെ കുടുംബമാണ്. ആ കുടുംബത്തോടൊപ്പം ചേരുക, ആഖിബത്ത് നന്നാകുക എന്നുള്ളതാണ് നമ്മളെ പരമപ്രധാനമായ ലക്ഷ്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരുടെയും ആഖിബത്തിനെ നന്നാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ദുന്യവിയും ഉഖറവിയായ എല്ലാ മുറാദുകളെയും അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. മാലിലും ഔലാദിലും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഈ സദസ്സിനെയും സംഘാടകരെയും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരുപാട് സഹോദരിമാരുള്ള സദസ്സാണ്. ഖൽബിന്റെ മുറാദ് ഹാസിലാക്കട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും തീർത്ത് കടങ്ങളെ വീട്ടി സലാമത്താക്കട്ടെ. മാലിലും ഔലാദിലും ബറക്കത്ത് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് തങ്ങൾ വാപ്പാന്റെ നസീഹത്ത് ഉണ്ടാവും, ദുആ ഉണ്ടാവും, മുസാഫഹത്ത് വേണം. എല്ലാം കഴിഞ്ഞിട്ട് സാവകാശം പോകണം. എനിക്ക് കുറച്ച് ദൂരം പോകാനുള്ളതുകൊണ്ട് ഞാൻ എളുപ്പം പോകും. ദുആയിൽ എന്നെയും പങ്കു ചേർക്കണം. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.